11:57 എപ്പോൾ കഴിയും ഈ പ്രോബ്ലം? 12:15 അല്ലേ? അത് നിങ്ങൾ കഴിക്കുമോ? ഞാൻ കഴിക്കില്ല, അത്രേ ഉള്ളൂ. ഓക്കെ, ഒരു ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ടേ. ഈ ബാലൻസ് ഷീറ്റ് തന്നതിൻ്റെ മീനിങ് എന്താ? നിലവിൽ ഇവർ ഏത് ഫോളോ ചെയ്യുന്നവരാ? ഡബിൾ എൻട്രി ഫോളോ ചെയ്യുന്നവരാ അല്ലേ? അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റ് എന്നുള്ള ടേം പറയില്ലല്ലോ. അപ്പോൾ അതിൽ ക്യാപിറ്റൽ തന്നിട്ടുണ്ട്. എത്രയാ? 48,000. എടുത്തില്ലേ? പ്രാക്ടിക്കൽ പ്രോബ്ലം എത്രയാണ്? 5 ആണ്. ടെക്സ്റ്റ് ബുക്കിലെ ഇല്ലുസ്ട്രേഷൻ 27 ആണ്. നോക്കി എഴുതി വെച്ചോ ജസ്റ്റ്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ മക്കളെ? ഇപ്പോൾ ഒരാൾ എന്നോട് ഒന്ന് പറഞ്ഞ് കുറേ ഗ്യാപ്പ് ഇട്ടിട്ട് അക്കൗണ്ട്സ് നോക്കിയപ്പോൾ ഒക്കെ വിട്ടുപോയി സാർ. ചിലതൊന്നും ഇന്നലെ നോക്കിയപ്പോൾ ഒക്കെ ബ്ലാങ്കാ പറയും. ഞാനേ SFM ഞാൻ കണ്ടത് SS രാജഗോപാലിൻ്റെ ക്ലാസ്സാണ്. MT എഡ്യൂക്കെയർ, ഒരു ചെന്നൈ ബേസ്ഡ് ഫാക്കൽറ്റിയാണ്. CA ഫൈനലിൻ്റെ SFM AMA എന്നൊക്കെ വിളിക്കുക, അഡ്വാൻസ്ഡ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. അതാണ് ASFM. ഞാനിപ്പോൾ കുറച്ച് കാലത്തിന് ശേഷം ആ നോട്ട് എടുത്ത് നോക്കിയാൽ ഇക്കും കിട്ടൂലെന്ന് മനസ്സിലായാ? അപ്പോൾ എല്ലാവരുടെയും അവസ്ഥയാണ് ഇതെന്ന്. മറവി എന്ത് ചെയ്യും? സംഭവിക്കും. അതിൽ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡുള്ള ആളുകൾ എന്ത് ചെയ്യും? പതറും. ഞാൻ മനസ്സിലാക്കേണ്ടത് എന്താ? ഞാൻ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഇതാക്കുന്നത്. അപ്പം എൻ്റെ ഒരു നോട്ടിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഞാനൊരു ക്ലാസ് കാണുമ്പോൾ എല്ലാത്തിനും ഞാൻ എന്ത് ചെയ്യും? അവർ പറയുന്ന ഓരോ എക്സ്പ്ലനേഷനും ഞാൻ നോട്ടായിട്ട് പോസ്റ്റ് ചെയ്തിട്ടൊക്കെ യൂട്യൂബിലൊക്കെ നടക്കുള്ളൂ. ക്ലാസ്സിലിരുന്ന് അത്രയും നോട്ട് എഴുതിയിട്ട് പറ്റില്ല. അപ്പോൾ ഇങ്ങനെ എഴുതി ഇതെന്താ ഇൻ്റർപ്രിട്ടേഷന്, ലോജിക്കിൻ്റെ നോട്ടൊക്കെ എഴുതി അവർ ചിലപ്പോൾ ഒരു എക്സാമ്പിളാവും സ്റ്റാർട്ട് ചെയ്യുക. ആ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ നേരത്തെ മെമ്മോറാണ്ടം ട്രേഡിങ്ങിൻ്റെ വന്നില്ലേ, അപ്പോൾ അത് ഞാനൊരു വീഡിയോ കാണുകയാണെങ്കിൽ പോസ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും? അങ്ങനെ എഴുതി വെക്കും. അങ്ങനത്തെ നോട്ടുകളൊക്കെ ജസ്റ്റ് ഇങ്ങനെ എഴുതി പോകും. ഇങ്ങനെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചാൽ ഏത് കാലത്തും നമുക്ക് നോക്കിയാൽ എന്ത് കിട്ടും? അപ്പോൾ ഒരു നോട്ട്, ഒരു ക്ലാസ് കാണുന്ന ഫീലിംഗ് കിട്ടുന്ന രീതിയിൽ അങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. എന്നിട്ട് പോലും പലതും എന്ത് ചെയ്യാറില്ല. ഇതിൻ്റെ ലോജിക്ക് എന്തായിരുന്നു? അന്ന് ആ ലോജിക്ക് കിട്ടി, പിന്നെ നമ്മൾ അതിൻ്റെ മുകളിൽ എന്ത് ചെയ്തിട്ടില്ല? വിട്ടുപോയി. അന്ന് നമ്മൾ വിചാരിച്ചെന്താ? ഇത് സിമ്പിൾ ലോജിക്കല്ലേ, ഇതിനൊന്നും നോട്ട് എഴുതണ്ട. ഓക്കെ, പിന്നെ കുറേ കഴിഞ്ഞിട്ടാണ് ആ പ്രോബ്ലത്തിൻ്റെ നോട്ട് എന്ത് ചെയ്യുക? ലോജിക്ക് നമുക്ക് കിട്ടുക. ക്ലിയർ അല്ലേ? ഇപ്പോൾ IDTയുടെ ഒരു ഫാക്കൽറ്റി ഉണ്ട്. ഞാൻ ഫൈനലിന് വേണ്ടി IDT പ്രിപ്പയർ ചെയ്ത അദ്ദേഹത്തിൻ്റെ യൂട്യൂബിലെ ക്ലാസ് കേട്ടിട്ടോ. ചെന്നൈ ബേസ്ഡ് ഫാക്കൽറ്റി തന്നെയാണ്. തരുൺ രാജ് എന്ന് പറയും. ഗംഭീര മനുഷ്യനാണ്. അങ്ങനെ എടുത്ത് ഇങ്ങനെ വായിൽ നിന്നൊക്കെ പ്രൊവിഷനൊക്കെ എടുത്ത് ഇങ്ങനെ പടായ പറഞ്ഞു 7 മണിക്കൂറൊക്കെയാണ് ഒരു വീഡിയോ. അങ്ങനെ ഒരു 4-5 വീഡിയോ ആയാലും ഫൈനലിൻ്റെ ഏത് കഴിയും? IDT സെറ്റാവും. അത് നമ്മൾ ആദ്യം കാണും. എന്നിട്ട് കുറേ ഗ്യാപ്പ് ഇട്ടിട്ട് പിന്നെ എന്ത് ചെയ്യും? അടുത്ത പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ചിലപ്പോൾ പോകുന്നുണ്ട്. 6 മാസം കൂടുമ്പോഴൊക്കെ ബാംഗ്ലൂരൊക്കെ പോകും എക്സാം എഴുതാൻ. അപ്പോൾ ഗ്യാപ്പ് കിട്ടും. ഒരു മാസം ലീവ് എടുത്തിട്ടൊക്കെ പോയി നോക്കിയാൽ ഫ്രഷ് പോലെ തോന്നും. ഞാനെന്താ എന്നെ പറഞ്ഞ് മനസ്സിലാക്കും? എന്താ കുറേ ഗ്യാപ്പ് ഉണ്ട്, അപ്പോൾ കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യും? മനസ്സിലാക്കാൻ സമയം എടുക്കും. പക്ഷെ ഒരിക്കലും ഞാൻ ആദ്യം വീഡിയോ കാണുന്ന പോലെ അല്ലല്ല, അത്ര സമയം ഒരിക്കലും എടുക്കൂല. വീഡിയോ ഞാൻ വീണ്ടും കാണേണ്ടി വരുമോ? വേണ്ട. എൻ്റെ നോട്ടിന് ഞാൻ വീണ്ടും വീഡിയോ കാണണ്ട. അപ്പോൾ ഓരോന്നിങ്ങനെ വായിച്ച് റിലാക്സ് ചെയ്തിട്ട് എന്ത് ചെയ്യും? നോക്കും. ഇപ്പം നിങ്ങൾ നോക്കുന്നത് എങ്ങനെയാണ്? ഫുൾ ക്വസ്റ്റ്യൻ വായിക്കലില്ലല്ലോ, കൂടുതൽ ആൻസർ മാച്ച് ചെയ്യല്ലേ. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് എന്ത് ചെയ്യും? കിട്ടും പറയും. അപ്പോൾ ഇതെല്ലാവരുടെയും എന്താണ് പ്രശ്നമാണ് എന്ന ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാവട്ടെ. അതിന് ഏതാണെങ്കിലും ഓക്കെ അല്ലേ? ഇപ്പം ഇനി ഫോർ എക്സാമ്പിൾ PGBP പറഞ്ഞിട്ട് ഇൻകം ടാക്സിലൊരു ടോപ്പിക് ഉണ്ട്. നിങ്ങൾ ഏതൊരു സാലറിയാണ്? ഇപ്പോൾ ഏതാ പഠിക്കുന്നത്? ഇൻകം ഫ്രം സാലറി കഴിഞ്ഞില്ല, ബിസിനസ്. അതിനാണ് ഞാൻ PGBP എന്ന് പറഞ്ഞു, പ്രോഫിറ്റ് ഓർ ഗെയിൻ ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ. ഓക്കെ, അല്ലാതെ ഷോർട്ടാക്കിയിട്ട് പറയാം, എല്ലാതെയും പറയാം. അപ്പം സാലറി, ഹൗസ് പ്രോപ്പർട്ടി ഒക്കെ കഴിഞ്ഞു. ഗ്രേറ്റ്, ബ്രില്യൻ ഇൻ ദി ക്ലാസ് റൂം. അപ്പോൾ PGBP ആണ്. PGBPയുടെ നിങ്ങൾക്ക് അറിയാലോ കുറേ പ്രൊവിഷനൊക്കെ ഉള്ളത് അല്ലേ? ഇതൊക്കെ നിങ്ങൾ നോക്കി അപ്പൊക്കെ കിട്ടി, പിന്നെ രാത്രി നോക്കുമ്പോൾ കിട്ടും. ഇനി കുറേ കഴിഞ്ഞ് എക്സാമിന് സമയത്ത് കിട്ടൂല. പാനിക് ആവേണ്ട ആവശ്യമില്ല. നോട്ടൊക്കെ നല്ല വൃത്തിയിൽ റിലാക്സ് ചെയ്തിട്ട് എന്ത് ചെയ്യും? ഒന്നുകൂടെ വായിച്ചു നോക്കുക. ഓക്കെയാണോ? അപ്പോൾ ഇത് ഇപ്പം ഇപ്പോൾ ഇത്രയും ഞാൻ പറയാലോ, ഇത്ര ഒന്നും ചെറിയ എക്സ്പീരിയൻസ് ഉള്ള എനിക്കിടക്ക് എന്ത് ചെയ്യും? ഇതുപോലെ ക്ലാസ്സുകൾ മുന്നേ കിട്ടി. കുറേ ഗ്യാപ്പിൽ നമുക്ക് വേറെ ഏതെങ്കിലും ടോപ്പിക്ക് എടുക്കേണ്ടത് ചിലപ്പോൾ വരില്ല. FM ഒക്കെ ചിലപ്പോൾ കുറേ കാലം എടുത്ത്. ഇനിയിപ്പോൾ ഞാൻ ഒരു 5 കൊല്ലം മുന്നേറ്റ FM എടുത്ത്.
ഇനിയിപ്പോൾ പെട്ടെന്ന് ഒരു FM-ൻ്റെ ഒരു ക്ലാസ് വരികയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യേണ്ടി വരും? എനിക്കിപ്പോൾ ഇവിടെ ക്ലാസ്സിന് വരുന്ന ഒരു കാലത്ത് എണീറ്റ് നേരണ്ട് വന്നാൽ ഒരു പറ്റില്ല. അപ്പോൾ ഞാൻ തലേദിവസം എൻ്റെ പണ്ടത്തെ നോട്ടൊക്കെ എടുത്ത് പൊടി കെട്ടിയിട്ട് എന്ത് ചെയ്യും, എടുക്കും, ഒന്ന് വായിച്ച് നോക്കും, പ്രോബ്ലംസൊക്കെ കാൽക്കുലേറ്റർ ഇപ്പം ഇങ്ങനെ ഓരോന്ന് ചെയ്ത് നോക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. ജസ്റ്റ് ഇങ്ങനെ നമ്പറൊക്കെ ഒന്ന് ഫെമിലിയർ ആക്കും. മനസ്സിലായില്ലേ? അപ്പോൾ എനിക്ക് ഫ്രണ്ടിൽ വന്നാൽ കുട്ടികളുടെ അടുത്ത് ബബ്ബല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ പിന്നെ ഞാൻ നോട്ടിൽ ഇങ്ങനെ നോക്കേണ്ടി വരും. ഇതിപ്പോൾ എങ്ങനെ ഇതിൻ്റെ ആൻസർ നോക്കിയിട്ട് അയ്യോ ഇതെങ്ങനെയെന്ന് ഇങ്ങനെ ആലോചിച്ച് ടെൻസ്ഡ് ആവും. ഞാൻ ടെൻസ്ഡായ ആർക്ക് കിട്ടും? നിങ്ങൾക്ക് എല്ലാം കിട്ടും എൻ്റെ മുഖത്ത്. ഫാക്കൽറ്റി പാനിക്കായ എന്ത് ചെയ്യും, പെട്ടെന്ന് കിട്ടുമെങ്കിൽ. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും, പ്രിപ്പയർ ചെയ്തിട്ട് വരും. അപ്പോൾ ഞാൻ എന്താ പറയണ്ടത്, കുറേ മുന്നേ ഞാൻ പഠിച്ചാണ് FM. ഞാൻ ക്ലാസ് എടുത്ത ആളാണ്, FM-ൻ്റെ ക്ലാസ് എടുത്ത ആളാണ്. ഓക്കെ അല്ലേ? അതിൻ്റെ അത്ര പ്രിപ്പറേഷൻ എന്തായാലും എന്തിന് എക്സാമിന് വേണ്ടി ചെയ്തല്ലോ. എക്സാമിൻ്റെ പ്രിപ്പറേഷനേക്കാൾ ഹെവി വേണ്ടേ ക്ലാസ് എടുക്കാൻ? വേണ്ടേ? ഓക്കെ. എക്സാമിന് എന്താ ചില ഫോർമാറ്റുകൾ ഉണ്ടാവും, അതിലിങ്ങനെ ഇട്ടിട്ട് പോകും. നമ്മൾ പഠിച്ച് നിങ്ങളുടെ പഠനം അങ്ങനല്ലേ അല്ലേ? പക്ഷെ നമ്മൾ നിങ്ങൾക്കൊരു സാധനം പറഞ്ഞു തരുമ്പോൾ എങ്ങനെയും ഡൗട്ട് നിങ്ങളുടെ നിന്ന് വരാമെന്ന രീതിയിൽ അതൊക്കെ നമ്മൾ ചിന്തിച്ചുണ്ടാക്കണ്ടേ? അങ്ങനെയല്ലേ നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ നമുക്ക് പിടിച്ചെടുക്കാൻ കഴിയുള്ളൂ. ഓക്കെ. അപ്പോൾ ഇതെല്ലാവരുടെയും എന്താണ്, വളരെ സ്വാഭാവികതയാണ്. അതിന് ഒരു സബ്ജക്റ്റിന് എന്ത് ചെയ്യണ്ട, പറയണ്ട. ഓക്കെ അല്ലേ? അതിനിപ്പോൾ ഞാൻ ഈ ഫാക്കൽറ്റിയുടെ പേരൊക്കെ പറയും, ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് ഫാക്കൽറ്റീസ് എടുത്ത സാധനം പോലും. അപ്പോൾ ഫാക്കൽറ്റി അല്ല ഒരു ഇത്, പിന്നെന്താ അടുത്തെന്താ, നമ്മളും അല്ല. ഓക്കെ. അതൊരു ടൈം പീരീഡിൽ സംഭവിക്കുന്നതാണ്. എന്നാൽ എല്ലാവർക്കും അങ്ങനെ ഉണ്ടാവില്ല. ചില ആളുകൾക്ക് എന്ത് ചെയ്യുന്നില്ല, ഒരു പ്രശ്നമില്ലാത്തവരുണ്ട്, അവിടെയൊക്കെ എടുക്കുന്നവരുണ്ട്. അപ്പോൾ അതിൻ്റെ ആത്യന്തികമായിട്ടുള്ള പ്രശ്നം എന്താ വെച്ചാൽ നിങ്ങളുടെ ചിന്തകളും മറ്റൊക്കെ മാറുന്നതിനനുസരിച്ചുള്ള ഒരു ഗ്യാപ്പ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ചില യാഥാർത്ഥ്യങ്ങളാണ്. ഇത് തിരിച്ചറിഞ്ഞിട്ട് എന്ത് ചെയ്യുക, ടെൻസ്ഡ് ആവാതെ അത് റിലാക്സ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, വായിച്ചു നോക്കുക. എന്തായാലും നമ്മുടെ ഈ സബ്ജക്റ്റിന് ഇനി ആ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനാണ് നമ്മൾ എന്ത് ചെയ്യും, യൂട്യൂബിൽ വീഡിയോസ്. വളരെ വ്യൂസൊന്നുമില്ല, പാവാണ്, രസമില്ലാത്ത എന്താണ് തംബ്നെയിലാണ്. ഓക്കെ അല്ലേ? പക്ഷെ എന്താ ചെയ്യുക. യെസ്, ശ്രദ്ധിക്കൂ. ക്യാപിറ്റൽ അക്കൗണ്ട്, പിന്നെ അതാ ലോണ്. ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ടേ. ഈ ലോണ് അടുത്ത ബാലൻസ് ഷീറ്റിലും വരും. എങ്ങനെയാണെങ്കിൽ അടിയിൽ യാതൊരു കുറേ ഇൻഫർമേഷൻ തന്നില്ലേ, ഈ ഇൻഫർമേഷനിലൊന്നും ലോണ് തിരിച്ചടച്ചു എന്നാ, ലോണിൻ്റെ മുകളിൽ ഇൻട്രസ്റ്റ് ഉണ്ടെന്നാ ഒന്നും പറഞ്ഞില്ലെങ്കിൽ ഈ എമൗണ്ട് അവിടെ ഉണ്ടാവുന്നു. ഓക്കെ അല്ലേ? അടുത്ത ക്രെഡിറ്റേഴ്സ് ഉണ്ട്. ഇതൊക്കെ ഓപ്പണിംഗ് ആണെന്നറിയാലോ. ഇതൊക്കെ ഏതാണ്? ഓപ്പണിംഗ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യേണ്ട, കഷ്ടപ്പെട്ടിട്ട് ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് കണ്ടെത്തണ്ട. എന്ത് കാണാൻ? ഓപ്പണിംഗ് ക്യാപിറ്റൽ കാണാം. ഓൾറെഡി തന്നിട്ടുണ്ട് ഇല്ലേ? പിന്നെ എന്താണെന്നുണ്ട്, ബിൽഡിംഗ് ഉണ്ട്, ഫർണിച്ചർ ഉണ്ട്, മോട്ടോർ കാർ ഉണ്ട്, സ്റ്റോക്ക് ഉണ്ട്, ഡെപ്റ്റേഴ്സ് ഉണ്ട്, ക്യാഷ് ഇൻ ഹാൻഡ് ഉണ്ട്, ക്യാഷ് അറ്റ് ബാങ്ക്. ഇതൊക്കെ എന്താണ്? ഓപ്പണിംഗ് ആണ്. അപ്പോൾ എങ്ങനെയാണ് ഡബിൾ എൻട്രി ഉണ്ടത് ഒരു സുപ്രഭാതത്തിൽ സിംഗിൾ എൻട്രിയിലേക്ക് മാറിയത് എന്നറിയോ? ഒരു റൈറ്റ് നടന്നു. എന്താ റൈറ്റ് എന്ന് പറഞ്ഞാൽ? കലാപം. പറഞ്ഞൂടെ? ഓക്കെ. ഒക്യൂർഡ് ഓൺ ദ നൈറ്റ് 31 മാർച്ച് 2023 എന്നാണ് ഈ ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കിയില്ലേ? ഏതാ? 1 ഏപ്രിൽ 2022 അല്ലേ? പിന്നെ കുറേ കഴിഞ്ഞിട്ടാണല്ലോ അല്ലേ? എനിക്ക് തോന്നുന്നു ഡേറ്റ് പ്രശ്നമുണ്ട്. 23, 22 തന്നെ, കുഴപ്പമില്ല. അന്നെ ഒന്നുമില്ല. ഓക്കെ. ഇൻ വിച്ച് ഓൾ ദ ബുക്സ് ആർ എല്ലാം നഷ്ടപ്പെട്ട്, മാത്രമല്ല കള്ളനായ ഒരു ആരുണ്ടായിരുന്നു? ക്യാഷ്യർ ഉണ്ടായിരുന്നു. അയാളുള്ള പൈസ ഒക്കെ എടുത്തോണ്ടേ കള്ളൻ. കണ്ടാ? ദ ക്യാഷ്യർ അബ്സ്കോണ്ടഡ്. എന്നെന്താ മലയാളം പറയാം? വാനിഷായി, മുങ്ങി. ഓക്കെ അല്ലേ? അബ്സ്കോണ്ടഡ് വിത്ത് അവൈലബിൾ ക്യാഷ്. അപ്പോൾ ഇവിടെ എന്തറിയില്ല? ക്യാഷിൻ്റെ ബാലൻസ് അറിയില്ല. നമുക്ക് ക്യാഷിൻ്റെ ബാലൻസ് എവിടുന്ന് കിട്ടും? ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്താൽ കിട്ടുന്നുണ്ടാവും. ഓക്കെ ആണോ? ഞാൻ ചോദിക്കട്ടെ, ഇയാൾ എവിടുത്തെ പൈസ എടുത്തുകൊണ്ട് ചെയ്യുക? ബാങ്കിലത്തെ പൈസ ക്യാഷ് ഇൻ ഹാൻഡ് ആണോ? ക്യാഷ് അറ്റ് ബാങ്ക് ആണോ? ക്യാഷ് ഇൻ ഹാൻഡ് ആണോ? ഞാൻ പറഞ്ഞു റെസ്പോണ്ട് ചെയ്യും പ്ലീസ്. നല്ല കുട്ടിയാണ്. എല്ലാവരും നന്നായി റെസ്പോണ്ട് ചെയ്താൽ ബിരിയാണി അല്ലെ മന്തി മേടിച്ചു തരാം. സൂഫി മന്തി മേടിച്ചു തരും. എപ്പോൾ മേടിച്ചു തരും, എന്ന് മേടിച്ചു തരും എന്നൊക്കെ പിന്നെ പറയുള്ളൂ. ഓക്കെ, മേടിച്ചു തരാം. നന്നായി റെസ്പോണ്ട് ചെയ്താൽ. എന്താ മക്കളെ? ഓക്കെ, ഒന്നുമില്ല. ഹീ ഗീവ്സ് ദ ഫോളോയിങ് ഇൻഫർമേഷൻ. ഹീ ഗീവ് പറഞ്ഞാൽ ആരാ ഹീ? ക്യാഷ്യറാണോ? കള്ളൻ കൊന്നു തരും. വേറെ ആരോ? ഹീ ആണ് പറയണത്, ഇതിൻ്റെ ഓണർ. ഓക്കെ അല്ലേ? പേരും തന്നു ചില ഓണറെ മോള്. അയ്യോ ചിരങ്കുണ്ട് ബാലൻസ് ഷീറ്റ്. ചിരാഗ്. ചിരങ്ക്. കുഴപ്പമില്ലല്ലോ. അത് US ആണെങ്കിൽ ചിരാഗ്, UK ആണെങ്കിൽ ചിരങ്ക്. അങ്ങനെയാണ്.
മനസ്സിലായില്ലേ? ഇംഗ്ലീഷിൽ 2 അറിയില്ലേ? ഇതൊന്നും അതിൽ ഉൾപ്പെടില്ല, ഇതൊരു പേരല്ലേ. ഫാത്തിമ വിചാരിക്കുക സാറിന് നല്ല നോളജാ ഇംഗ്ലീഷിൽ ഇതൊക്കെ അറിയില്ല. സോറി. പോയിന്റ് ഒന്ന് വായിച്ച പോയിന്റ് വായിക്കടാ. ഹി സെയിൽസ്. എൻ്റെ കൂടെയുള്ള മറ്റോ പോയല്ലേ? എവിടെ? ഒന്നും നിർത്തിയില്ല ഓനെ? എവിടെ എന്നിട്ട് വിരലുണ്ടോ? അൽഹംദുലില്ലാഹ് ഖൈർ, വിരലുണ്ടല്ലോ. അല്ലേ. ഹി സെയിൽസ് ഫോർ ദ ഇയർ എൻഡഡ് 31st March 2023 വേർ എത്രയാണ്? 20% ഹയർ ദാൻ ദ പ്രീവിയസ് ഇയേഴ്സ്. അങ്ങനെ പറഞ്ഞാൽ എന്താ? പ്രീവിയസ് ഇയർ സെയിൽസ് എത്ര പ്ലസ് എത്രയാണ്? 20% ആണ് കറണ്ട് ഇയർ സെയിൽസ്. കുഴപ്പമില്ലല്ലോ. അവിടെ എഴുതി വെക്കണം. ഞാൻ എഴുതി വെക്കും, എനിക്ക് പെട്ടെന്ന് മറക്കും. നിങ്ങൾ കുഴപ്പമില്ല, നിങ്ങൾ ഇനി 10 കൊല്ലം കഴിഞ്ഞ് എടുത്ത് നോക്കിയാലും കിട്ടുന്നവരാണ്. പ്രീവിയസ് ഇയർ സെയിൽസ് അല്ലേ പ്ലസ് എത്രയാണ്? 20%. അപ്പോൾ എന്ത് കിട്ടും? കറണ്ട് ഇയർ സെയിൽസ് കിട്ടും. അപ്പോൾ ഇവിടെ പ്രീവിയസ് ഇയർ സെയിൽസ് കാണാനുള്ള ഹിൻ്റ് എന്തോ ഉണ്ട് എന്നല്ലേ? അല്ലേ? ഓക്കെ. പിന്നെ ക്വസ്റ്റ്യൻ കണ്ടിന്യൂ. ഹി ഓൾവേസ് സെൽ ഹിസ് ഗുഡ്സ് അറ്റ് കോസ്റ്റ് പ്ലസ് 25%. അങ്ങനെ പറഞ്ഞാൽ എന്താ നോക്ക്? കോസ്റ്റ് എത്രയെന്ന് അസ്യൂം ചെയ്യാം? 100 അല്ലേ? പ്ലസ് 25%. അപ്പോൾ എത്രയാണ്? 125%. ഇതിനാണ് സെയിൽസ്. അപ്പോൾ കോസ്റ്റ് എന്താണ്? 100 എന്താ കോസ്റ്റ്, 25 എന്താ പ്രോഫിറ്റ്, 125 എന്താ സെയിൽസ്. കുഴപ്പമില്ലല്ലോ. ഓക്കെ ആണോ? ഒരു റെസ്പോൺസ് ഇല്ല. ഓക്കെ ആണോ? 20% ഓഫ് ടോട്ടൽ സെയിൽസ് ഫോർ ദ ഇയർ എൻഡഡ് 31st March 2020 ഫോർ ക്യാഷ്. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, മൊത്തം സെയിൽസിൻ്റെ 20% ഏതാണ്? ക്യാഷ് സെയിൽസ് ആണ്. അപ്പോൾ 80% ഏതായിരിക്കും? ക്രെഡിറ്റ് സെയിൽസ് ആയിരിക്കും. ദർ വർ നോ ക്യാഷ് പർച്ചേസ്. ക്യാഷ് പർച്ചേസ് ഇല്ല. അപ്പോൾ ഫുള്ളി ഏതാ? ക്രെഡിറ്റ് പർച്ചേസ് ആണ്. അത് എവിടെ നിന്ന് കിട്ടുന്നുണ്ടാവും? ക്രെഡിറ്റ് പർച്ചേസ് എവിടെ നിന്ന് കിട്ടുന്നുണ്ടാവും? ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിൽ. ക്രെഡിറ്റ് സെയിൽസ് എവിടെ നിന്ന് കിട്ടുന്നുണ്ടാവും? ഡെപ്റ്റേഴ്സ് അക്കൗണ്ട്. പക്ഷെ ഇവിടെ സെയിൽസ് കിട്ടാൻ വേറെ കുറച്ച് വഴികൾ തരുന്നുണ്ട് അവിടെ, നമുക്ക് നോക്കാം. അപ്പോൾ അത് ഓക്കെയാണ് പോയിന്റ്. ബി വായിക്കുക ഫുൾ വായിക്കുക. ഓൺ 1st April 2022 എന്തുണ്ടായത്? ദ സ്റ്റോക്ക് ലെവൽ വാസ് റേസ്ഡ് ടു 30,000. ഓക്കെ അല്ലേ? ആൻഡ് സ്റ്റോക്ക് വാസ് മെയിൻറ്റെയിൻ അറ്റ് ദിസ് ന്യൂ ലെവൽ ഓൾ ത്രൂ ഔട്ട് ദ ഇയർ. അപ്പോൾ ഇതെന്താ ഉദ്ദേശിച്ചത്? നമ്മുടെ സ്റ്റോക്കാണ്. ഓക്കെ അല്ലേ? ഏത് സ്റ്റോക്കാണ്? ഓപ്പണിംഗ് സ്റ്റോക്കാണോ ക്ലോസിംഗ് സ്റ്റോക്കാണോ? ഓപ്പണിംഗ് സ്റ്റോക്ക് ആണോ? ക്ലോസിംഗ് സ്റ്റോക്ക് ഏതാ? ക്ലോസിംഗ് സ്റ്റോക്ക്. നമ്മുടെ ബാലൻസ് ഷീറ്റിൻ്റെ ഡേറ്റ് എന്നാ ശ്രദ്ധിക്കും മക്കളെ? 1st April 2022 അല്ലേ? ഓക്കെ. അപ്പോൾ ഇത് ക്ലോസിംഗ് സ്റ്റോക്കാണ്, എഴുതി വെക്കുക. ക്ലോസിംഗ് സ്റ്റോക്ക് അല്ല, ഈ 22 അല്ല വരേണ്ടത്. ഏതാ? 23 വരേണ്ടത്. തെറ്റിയതാ. 23 ഇട്. ഓക്കെ അല്ലേ മക്കളെ? 1st April 2023 തരുന്നതും 31st March 2023 തരുന്നതും കുഴപ്പമില്ലല്ലോ. രണ്ടും ഒരു ദിവസത്തിൻ്റെ വ്യത്യാസമല്ലേ ഉള്ളൂ. അതിൽ ഞാൻ കൺഫ്യൂസ്ഡ് ആവണ്ട. ഇത് ഏതന്നെയാണ്? 31st March 2023 തന്നെയാണ്. ഓക്കെ അല്ലേ? യെസ്. ഒരു ദിവസത്തിൽ വ്യത്യാസം തന്നതിൽ പ്രശ്നമാക്കണ്ട. ഇതിനടുത്ത് ഏതാണ്? കളക്ഷൻ ഫ്രം ഡെപ്റ്റേഴ്സ് എമൗണ്ട് 1,40,000. ഇതിൻ്റെ എൻട്രി എന്താ? പറയും. ഡെപ്റ്റേഴ്സ് ഇന്ന് പൈസ കിട്ടും. എൻട്രി പറയും മക്കളെ. ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡെപ്റ്റേഴ്സ്. പക്ഷെ പ്രശ്നം നിങ്ങൾ പറഞ്ഞ് തെറ്റാ. കാരണം എന്താ? അതിൽ 35,000 ക്യാഷ് ഉള്ളൂ. അതിൻ്റെ മീനിങ് എന്താ? ബാക്കി 1,05,000 ഏതായിരിക്കും? ക്രെഡിറ്റ്. എൻ്റെ അമ്മ, ഡെപ്റ്റേഴ്സിൽ നിന്ന് പൈസ കിട്ടുന്നത് 1,40,000 കിട്ടി. 35,000 ക്യാഷാണ്. ബാക്കി എങ്ങനെ കിട്ടിയിട്ടുണ്ടാവും? ക്രെഡിറ്റ് എന്ന് പറയല്ലേ? ഏതാ? ബാങ്ക്. ചെക്ക് അല്ലെങ്കിൽ ബാങ്ക്. നോട്ട് ചെയ്താ? 1,05,000. ഞാൻ മറക്കുവേ, നിങ്ങൾ മറക്കൂല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണ്ട? എഴുതണ്ട. നിങ്ങൾ കേട്ടാൽ മതി. നിങ്ങളുടെ തലയിൽ അത്രമേൽ എന്താണ് ബുദ്ധിയാണ്. അപ്പം നിങ്ങൾ അതിനെ എഴുതി വെക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഞാൻ മറക്കും. ഓക്കെ അല്ലേ? അപ്പം ചില ഹിൻ്റാണ് തന്നുള്ളത് അല്ലേ? പ്രതീക്ഷ ഓക്കെയാ? 1,40,000. അപ്പം ഇതിൻ്റെ എൻട്രി എന്താ വരും? എൻട്രി വരും ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ, ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ, ടു ഡെപ്റ്റേഴ്സ്. അൽഹംദുലില്ലാഹ്. പിന്നെ ബിസിനസ്സിന് എക്സ്പെൻസ് ഉണ്ട്. എത്രയാ? 20,000. കുഴപ്പമില്ലല്ലോ. അതിൽ 5,000 എങ്ങനെയാണ്? ഔട്ട്സ്റ്റാൻഡിങ്ങാണ്. അപ്പോൾ എത്ര കൊടുത്തിട്ടുണ്ടാവുള്ളൂ? അടിപൊളി സാധനം. 20,000ൽ 15,000 എന്താ? ഔട്ട്സ്റ്റാൻഡിങ്ങാണ്. അപ്പോൾ പെയ്ഡ് എത്ര?
15,000 അല്ലേ, സോറി 20,000-ൽ 5,000 എന്താണ് ഔട്ട്സ്റ്റാൻഡിങ് ആണ്. എത്ര കൊടുത്തിട്ടുണ്ടാവും? ഈ 15,000-ൽ 6,000 എന്താ ചെക്കാ. അപ്പോൾ ബാക്കി എത്ര ഉള്ളത്? അതെങ്ങനെയാവും? ക്യാഷോ? കോമൺ സെൻസ് അല്ലേ മക്കളെ? ഇനിയും പറയണോ? 20,000 മൊത്തം എക്സ്പെൻസ്. ഓക്കെ അല്ലേ? അതിൽ 15 എന്താണ് കൊടുത്തിട്ടില്ല. അപ്പോൾ എത്ര കൊടുത്തത്? 5 കൊടുത്തിട്ടില്ല. അപ്പോൾ എത്ര കൊടുത്തു? 15. ഈ 15-ൽ എത്ര ക്യാഷ് ആയിട്ട് കൊടുത്തത്? 6,000. അപ്പോൾ ബാക്കിയുള്ള എമൗണ്ട് എന്തായിട്ട് കൊടുത്തിട്ടുണ്ടാവും? ക്യാഷ് ആയിട്ട് കൊടുത്തു. തെറ്റിപ്പോയി. 6,000 എന്താണ്? ചെക്കാണ്. അപ്പോൾ ക്യാഷ് ആയിട്ട് എത്ര കൊടുത്തിട്ടുണ്ടാവും? ആ ചിരിക്കടാ ചിരിക്ക്. നിങ്ങൾക്ക് തെറ്റ് വരുമ്പോൾ ഒരു കുഴപ്പമില്ല, നമുക്ക് തെറ്റ് വന്നാൽ നിങ്ങൾ ചിരിക്കും. പാവം മാഷ്. അനാലിസിസ് ഓഫ് ദ പാസ്ബുക്ക് നോക്കിയപ്പോൾ അണ്ടർലൈൻ ദ വേർഡ് പാസ്ബുക്ക്. പാസ്ബുക്ക് നോക്കിയപ്പോൾ പേയ്മെൻറ്റ് ടു ക്രെഡിറ്റേഴ്സ് എത്രയുണ്ട്? 1,37,500 ഉണ്ട്. ഓക്കെ അല്ലേ? 1,37,500 ഉണ്ട്. ഇതിൻ്റെ എൻട്രി എന്താ വരിക? സാറേ മൈക്ക് എന്തോ പ്രശ്നമുണ്ട്, ആരെങ്കിലും ഒന്ന് വിടുമോ അറിയുന്നവരെ? എന്നാലും മതി. ഓക്കെ. പേയ്മെൻറ്റ് ടു ക്രെഡിറ്റേഴ്സ് 1,37,500 ഇതിൻ്റെ ചാനൽ എൻട്രി എന്താ വരും മക്കളെ? ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാഷ് ആണോ? അല്ല ഹംകിങ്ങളെ, പാസ്ബുക്ക് നോക്കിയപ്പോഴല്ലേ മനസ്സിലായി ക്യാഷ് ആയിട്ട് പേയ്മെൻ്റ് നടത്തിയ പാസ്ബുക്കിൽ വേണോ? അപ്പോൾ പാസ്ബുക്ക് എന്ന് പറഞ്ഞാൽ എവിടുന്ന് പോയിണ്ടാവും? ബാങ്കിൽ നിന്ന് പോയിണ്ടാവും. അപ്പോൾ എൻട്രി എന്താ വരിക? ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ബാങ്ക് ടു പാസ്ബുക്കാ. പേഴ്സണൽ ഡ്രോയിങ്സ് എത്ര? 7,500 അല്ലേ? എൻട്രി എന്താ? ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാഷ് അല്ലേ? അത് എവിടെ നോക്കിയതാ? പാസ്ബുക്ക് ചെക്ക് ചെയ്യപ്പോൾ കിട്ടിയതല്ലേ? അതുകൊണ്ടാണ് പാസ്ബുക്ക് ഹൈലൈറ്റ് ചെയ്യാൻ പറയുന്നത്. ഇതിൻ്റെ എൻട്രി എന്താ? ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു. ഇനി അടുത്ത് ക്യാഷ് ഡെപ്പോസിറ്റ് ഇൻ ബാങ്ക് 71,500 എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാഷ്. കോൺട്രാ എൻട്രി ആണ് അല്ലേ? പോസ്റ്റ് ചെയ്യുമ്പോൾ ക്യാഷ്. അപ്പോൾ ഇവിടെ ഏത് ഇത് വേണ്ടി വരും? അത് ഞാൻ പറയാൻ വിട്ടുപോയി, ഒന്ന് ഹൈലൈറ്റ് ചെയ്യട്ടെ. ഇവിടെ ക്യാഷ് ഇൻ ഹാൻഡും ക്യാഷ് അറ്റ് ബാങ്കും ഉണ്ട്. അപ്പോൾ വി ഹാവ് ടു പ്രിപ്പയർ ഡബിൾ കോളം ക്യാഷ് ബുക്ക്. ഏത് പ്രിപ്പയർ ചെയ്യണം? ഡബിൾ കോളം ക്യാഷ് ബുക്ക്. നോട്ട് ദ പോയിന്റ്. അതാണ് ഇവിടുത്തെ പ്രത്യേകത. അതിനെന്താ ഒരു പ്രശ്നമുള്ള, നമുക്ക് അറിയുന്നല്ലേ ഡബിൾ കോളം. അടുത്ത ഗ്രോസ് പ്രോഫിറ്റ്. ദിസ് ഈസ് ദ വെരി ട്രിക്കി പോയിന്റ് ഇൻ ദിസ് പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ. എന്നത്തെ ഗ്രോസ് പ്രോഫിറ്റ് ആടാ? കഴിഞ്ഞ കൊല്ലത്തെ ലാസ്റ്റ് ഇയറിലെ ഗ്രോസ് പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് എന്ത് കണ്ടെത്താൻ പറ്റും? സെയിൽസ് കണ്ടെത്താൻ പറ്റും. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? കഴിഞ്ഞ കൊല്ലത്തെ പ്രോഫിറ്റ് തന്നിട്ടുണ്ടാ? കഴിഞ്ഞ കൊല്ലത്തെ പ്രോഫിറ്റ് വേണ്ട. ഇവരുടെ സിസ്റ്റം എങ്ങനെ? 25% എന്താക്കും? പ്രോഫിറ്റ് ആഡ് ചെയ്യല്ലേ? ഞാൻ ചോദിക്കട്ടെ, ഇതിലേതിന് ഈക്വൽ ആയിട്ടുള്ള എമൗണ്ട് അപ്പോൾ കിട്ടിയുള്ളത്? ഇതൊരു അടിപൊളി കോമ്പിനേഷനാണ്. 100 അസ്യൂം ചെയ്ത് 25 എന്താണ്? 100 രൂപയാണ് കോസ്റ്റ് എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ 25% ആഡ് ചെയ്ത് എത്ര ഒരു 125 വരിക. ഇതിലേതിന് ഈക്വൽ ആയിട്ടുള്ള സാധനമാണ് ഇപ്പോൾ തന്നിട്ടുള്ളത്? റബ്ബേ ക്ഷമ തരൂ റബ്ബേ. 30,000 ഇതിൽ എന്താണ്? ഗ്രോസ് പ്രോഫിറ്റ് അല്ലേ? ആ ഗ്രോസ് പ്രോഫിറ്റ് ഏതിന് ഈക്വലാ? 25 അല്ലേ? അപ്പം ഞാൻ ചോദിക്കട്ടെ, സെയിൽസ് കാണാൻ ആർക്കാ പറ്റാത്തത്? എങ്ങനെ കാണാം? 30,000 ഡിവൈഡഡ് ബൈ 25 ഇൻറ്റു 125 അല്ല, അങ്ങനല്ലേ വരിക? അങ്ങനെ ഇരുന്നു. ഒന്ന് കാൽക്കുലേറ്റർ ഇത് ചെയ്ത് കാണിക്കട്ടെ എത്ര എമൗണ്ട് വരുന്നത്. 1,50,000 കിട്ടിയാ? സാധനം കിട്ടിയോ? അല്ലെങ്കിൽ പറയാം 25-ന് ഈക്വലാണ് ഇത് 30,000. അപ്പോൾ 100-ന് ഈക്വൽ ആയിട്ടുള്ള എമൗണ്ട് എങ്ങനെ കാണാൻ പറയും? 30,000 ഡിവൈഡഡ് ബൈ 25 ഇൻറ്റു 100 എത്ര വരും പറ? 30,000 ഡിവൈഡഡ് ബൈ 25 ഇൻറ്റു 100 1,60,000. ഓക്കെ അല്ലേ? ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ ഇപ്പോൾ കോസ്റ്റ് കിട്ടി എത്ര? 1,50,000. പ്രോഫിറ്റ് എത്ര? 30,000. രണ്ടും കൂടെ ആഡ് ചെയ്താൽ എത്ര വരും? 1,80,000 വരും. ഓക്കെ അല്ലേ? ഇനി ഇത് കാണാൻ വേറെ മെത്തേഡും കൂടെ ഉണ്ട്. ഈ 1,80,000 എങ്ങനെ കാണാം? റെഡിയാണ്. ഹലോ ഓക്കെ
ഹലോ 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 പറയും 100 ചെയ്താൽ കോസ്റ്റ് കിട്ടും 1,50,000. ഡിവൈഡഡ് ബൈ 25 ഇൻറ്റു അപ്പോൾ 1,00,000 എത്ര? ആരോ 1,50 പറഞ്ഞ പോലെ തോന്നി. 1,20,000. ഇത് ആഡ് ചെയ്താൽ 1,00,000 എത്ര? 50,000. അപ്പോൾ കറക്റ്റ്. ഈ 1,50,000 കിട്ടാൻ മറ്റൊരു വകുപ്പുണ്ട്. 30,000 ഡിവൈഡഡ് ബൈ എത്രയാ? 25 ഇൻറ്റു എത്ര അടിച്ചാൽ മതി? 125 അടിച്ചാലും കിട്ടും. ഓക്കെ, യെസ്, ക്ലിയർ. ഇനിയിപ്പോൾ ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നോട്ട് തരാം. അടുത്തേതാ? എഫ് ഏതാ? പ്രൊവൈഡ് ഡിപ്രീസിയേഷൻ ഫോർ ബിൽഡിംഗ്, ഫർണിച്ചർ, മോട്ടോർ കാർ. ഓക്കെ അല്ലേ? മുകളിൽ എഴുതി വെച്ചൂടെ? ബിൽഡിങ്ങിനും ഫർണിച്ചറും 5ആണ്, മോട്ടോർ കാറിന് എത്ര? 20. ബിൽഡിങ്ങിന് 5%, ഫർണിച്ചറിന് 5%, മോട്ടോർ കാറിന് 20%. ഞാൻ പോയിന്റ് നോക്കണ്ടല്ലോ. 5, 5, 20. ഓക്കെ അല്ലേ? പോയിന്റ് നമ്പർ ജി, വെരി ഇൻട്രസ്റ്റിംഗ് പോയിന്റ്. എന്താ? എമൗണ്ട് ഡിഫോൾക്കേറ്റഡ് ബൈ ആരാണ്? കാഷ്യർ മേ ബി ട്രീറ്റഡ് ആസ് റിക്കവറബിൾ ഫ്രം ഹിം. അപ്പോൾ ഒരു എമൗണ്ട് ഇല്ലേ? ആര് കട്ടുണ്ടായ എമൗണ്ട്? എത്രയാണ് അയാൾ കട്ടുണ്ടായ എമൗണ്ട്? അറിയില്ല. അത് എവിടുന്ന് കിട്ടും നമുക്ക്? ഫ്രം എഴുതി വെക്കുക. ഫ്രം എവിടുന്ന് കിട്ടും? ക്യാഷ് ബുക്ക്. ഓക്കെ അല്ലേ? ഫ്രം ക്യാഷ് ബുക്ക്. അത് നിങ്ങൾ എന്തായിട്ട് കാണണം? അയാളെ എങ്ങനെയെങ്കിലും എവിടുന്നേലും കണ്ടാലും നമുക്ക് എന്ത് ചെയ്യാം? അയാളെ കുത്തിനു പിടിച്ച് മേടിക്കാം. അപ്പോൾ നമ്മുടെ എന്താണ്? ഒരു അസറ്റാണ്. റിസീവബിൾ ഫ്രം ആരാണ്? കള്ളനായ ക്യാഷിയർ. കള്ളനായ എന്ന് എഴുതണ്ട, റിസീവബിൾ ഫ്രം എന്ത് എഴുതിയാൽ മതി? ക്യാഷിയർ. അപ്പോൾ അത് തീരുമാനമായി. യു ആർ റിക്വയർഡ് ടു പ്രിപ്പയർ ട്രേഡിംഗ് പി എൽ അക്കൗണ്ട്. പിന്നെ ഏതാ? ബാലൻസ് ഷീറ്റ്. ചെയ്താലോ? സിമ്പിളോസിന് നത്തിങ് ഗ്രേറ്റ്. ഓക്കെ, അപ്പോൾ റെഡിയാണ്. ക്വസ്റ്റ്യൻ എല്ലാവരും ഉണ്ടല്ലോ അല്ലേ? ഇനി ഞാൻ ഓരോന്ന് ചോദിക്കുമ്പോൾ പറയരുത് കേട്ടാ. ഓക്കെ, പറയരുത്. വേഗം വരച്ചേ. പ്ലീസ്. പ്രാക്ടിക്കൽ പ്രോബ്ലം ഏതാ? 5 അല്ലെങ്കിൽ ഇല്ലുസ്ട്രേഷൻ 27. അങ്ങനെ പറഞ്ഞുകൊണ്ട് റെസ്പോണ്ട് ചെയ്യും. പെട്ടെന്നാവട്ടെ. അടുത്ത ഏതാ? ഫസ്റ്റ് അക്കൗണ്ട് ഏതാ? ട്രേഡിംഗ്. ഇതേ ഞാൻ വരച്ച് കഴിയുമ്പോഴും തീരണേ, പെട്ടെന്നാവണേ. ഡേ ഇത് ഏത് ബാച്ചാന്നൊക്കെ വിചാരിക്കൂട്ടാ കേൾക്കണവർ. എന്താ ഇങ്ങനെ കുട്ടികളെ എന്നൊക്കെ. പിന്നെ വർക്കിംഗ് നോട്ടിലെ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട്, ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട്, ക്യാഷ് ബുക്ക്. ക്യാഷ് ബുക്ക് ഏതാ? ഡബിൾ കോളം ക്യാഷ് ബുക്ക്. 3 മതി. ഇനി ബാക്കി എന്തെങ്കിലും വേണമെങ്കിൽ നമുക്ക് പിന്നെ നോക്കാം. വർക്കിംഗ് നോട്ടിൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട്, പിന്നെ
ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട്. പിന്നെ ഏതാ, ഡബിൾ കോളം ക്യാഷ് ബുക്ക്. ഞാൻ ഡേറ്റ് ഒന്നും എഴുതേണ്ട ആവശ്യമില്ല കേട്ടോ മക്കളെ, ഡേറ്റ് ഒന്നും ഇടണ്ട. ഡെബിറ്റ് 2 കോളം, ക്രെഡിറ്റ് 2 കോളം, ദാറ്റ്സ് ഓൾ. എൻ്റെ കഴിഞ്ഞിട്ടാ. നിങ്ങൾ വരയ്ക്കുന്ന പോലെ തന്നെ ഇപ്പം ഞാനും വരച്ചേ. ഇത്ര സമയം എന്താ, അയ്യോ. Trading P&L account for the year ended എന്നാ 31st March 2023 അല്ലടാ അല്ലേ? ബാലൻസ് ഷീറ്റ് എന്താ പറയണ്ടത്? ആസ് ഓൺ എന്നാ 31st March 2023. ലയബിലിറ്റീസ് റുപ്പീസ്, അസറ്റ്സ് റുപ്പീസ്. വർക്കിംഗ് നോട്ട് നമ്പർ 1, ഡെപ്റ്റേഴ്സ് അക്കൗണ്ട്, ഡെബിറ്റ് ക്രെഡിറ്റ്. ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട്, ഡെബിറ്റ് ക്രെഡിറ്റ്. പിന്നതേതാ, ക്യാഷ് ബുക്ക്, ഡെബിറ്റ് ക്രെഡിറ്റ്. ഇത് ക്യാഷ്, ഇതേതാ ബാങ്ക്. ഇവിടെ ക്യാഷ് ബാങ്ക്. അപ്പോൾ ഡബിൾ കോളം ക്യാഷ് ബുക്ക് ഒന്നുകൂടെ പഠിക്കാനായി. സന്തോഷം. ഞാൻ വർക്കിംഗ് നോട്ട് നമ്പർ 1, 2, 3 എന്ന് പറഞ്ഞു കൊടുക്കുന്നില്ല. വർക്കിംഗ് നോട്ട് നമ്പർ 1 ഇതൊക്കെ കണ്ടിടുന്നു. എങ്ങനെയായാലും കുഴപ്പമില്ല. ഇത്രയും റെഡിയായി നമുക്ക് ഒരുമിച്ച് ചെയ്താലോ? കഴിഞ്ഞ ആളുകൾ പ്ലീസ് റേസ് യുവർ ഹാൻഡ്. തുടങ്ങാം. ഒരു തലക്കുന്നുണ്ടോളെ. ഫസ്റ്റ് ക്യാപിറ്റലല്ലേ എടുത്താൽ എല്ലാവരും? ക്യാപിറ്റൽ, ഓപ്പണിംഗ് ക്യാപിറ്റൽ എവിടെ എഴുതടാ? ബാലൻസ് ഷീറ്റിലല്ലേ? എവിടെ, ഏത് സൈഡിൽ എഴുതും? ലയബിലിറ്റി സൈഡിൽ എഴുതും. എഴുതാം ക്യാപിറ്റൽ. ക്യാപിറ്റൽ എത്ര എമൗണ്ട്? സ്വന്തം ക്വസ്റ്റ്യൻ നോക്കി പറയണം കേട്ടോ. അതിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻ എവിടെ ഉണ്ണിയേ? അല്ലെങ്കിൽ ഒരുമിച്ച് ഒന്ന് ഇങ്ങോട്ട് വെക്ക്, രണ്ടാളും കാണുന്ന രീതിയിലാക്ക്. നീ വേണമെങ്കിൽ ആ ക്വസ്റ്റ്യൻ നോക്കിക്കോ എടാ മോനെ, വേണമെങ്കിൽ അത് നോക്കിക്കോ, അത് മാറ്റിയിട്ട് നീ എൻ്റെ തന്നെ നോക്കിക്കോ. ക്യാപിൽ എത്ര എമൗണ്ട് വരുന്നു പറയും? ലയബിലിറ്റി സൈഡിൽ 48,000. റെസ്പോൺസ് ഇല്ല കേട്ടോ. ആ, സന്തോഷം. ഓക്കെ അല്ലേ? ലോണിന് എന്തെങ്കിലും മാറ്റം വന്നതായിട്ടുണ്ടാ? ഉറപ്പല്ലേ? അപ്പോൾ ആ ലോൺ ഇപ്പോഴും അതേപോലെ തന്നെ അവിടെ അല്ലേ? ഇനി ശ്രദ്ധിക്കണം, ക്യാപിറ്റലിൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്യണം? നെറ്റ് പ്രോഫിറ്റ് ആണെങ്കിൽ അറിയില്ല, പ്രോഫിറ്റാ ലോസോന്നും അറിയില്ലല്ലോ. ഇനി ഡ്രോയിങ്സ് ഉണ്ടെങ്കിൽ ഉണ്ടാ? ഡ്രോയിങ്സ് ഇല്ല, ഉണ്ടാ? ഉണ്ട്. അപ്പോൾ അതിന് ഒരു 2-3 ലൈൻ, ഒരു 4 ലൈൻ വിട്ടുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാ? ഇല്ല. വിട്ടിട്ട് എന്തെഴുതാം? ലോൺ എഴുതാം. ലോൺ എത്ര തന്നെ? 15,000. ഒരു മാറ്റമില്ലല്ലോ. ഓക്കെ, അടുത്തേതാ? ക്രെഡിറ്റേഴ്സ്. മാറ്റുണ്ട് അല്ലേ? പർച്ചേസൊക്കെ സംഭവിച്ചില്ലേ? ക്രെഡിറ്റേഴ്സിൻ്റെ അക്കൗണ്ട് ഉണ്ടാക്കുന്നുണ്ടല്ലോ അല്ലേ? അതിൽ തന്നെ മനസ്സിലാക്കാമല്ലോ അതിലെന്തോ മാറ്റം ഉണ്ടെന്നുള്ളത്. ഇപ്പോൾ തന്ന ഓപ്പണിംഗ് ബാലൻസാണ്. ഇതെവിടെ എഴുതണം? എന്ത് പറഞ്ഞെഴുതണം? ബൈ ബാലൻസ് ബ്രോഡോ 31,000. കഴിഞ്ഞല്ലേ? ലയബിലിറ്റി കഴിഞ്ഞില്ലേ?
ഇനി ഏതിലേക്ക് പോവാം? അസറ്റിൽ. ഫസ്റ്റ് ആയിട്ട് ഏതാ? ബിൽഡിംഗ്. അപ്പോൾ പെണ്ണിനെ എഴുതാം. ഇനി യാതൊരു ബിൽഡിംഗ് മേടിച്ചിട്ടുണ്ടാ? ഇല്ലല്ലോ. ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ട ഒരു കാര്യമുള്ളൂ, എന്താ? ഡിപ്രീസിയേഷൻ ഉണ്ടായി. അപ്പോൾ ഡയറക്റ്റ് ബാലൻസ് ഷീറ്റിൽ ആദ്യം അസറ്റ് സൈഡിൽ എഴുതാം അല്ലേ? അസറ്റ് സൈഡിൽ എഴുതിക്കോ ബിൽഡിംഗ്. ഇന്നർ കോളത്തിൽ എഴുതണം 32,500 മൈനസ് ഡിപ്രീസിയേഷൻ 5%. എത്ര വരും? 32,500 5%. 1,600 ലെസ് ചെയ്തിട്ടുള്ള എമൗണ്ട് 30,875. ഈ എങ്ങനെയാണ് കണ്ടത്? ഇപ്പം എങ്ങനെയാണ് കണ്ടത്? അല്ല, എല്ലാവർക്കും അറിയുന്നില്ല കാൽക്കുലേറ്ററിലെ എമൗണ്ട് ലെസ് ചെയ്യുന്ന എങ്ങനെ? മൈനസ് ഈസ് ഈക്വൽ ടു അടിച്ചാണ്. വീണ്ടും നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. 32,500 മൈനസ് 16,25 അടിക്കണോ? വേണ്ട. ഓക്കെ അല്ലേ? അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓക്കെ അല്ലേ? ലോൺ എടുത്ത് പിന്നെ അടുത്തേതാ? ക്രെഡിറ്റേഴ്സ്. എത്ര ക്രെഡിറ്റേഴ്സ്? അത് കഴിഞ്ഞല്ലേ? സോറി, ഫർണിച്ചർ എഴുതിക്കോ. അല്ല, ഈ ഡിപ്രീസിയേഷൻ കൊണ്ടിട്ട് എഴുതിച്ചല്ലോ. കൊണ്ടിട്ട് എഴുതി ഡിപ്രീസിയേഷൻ. P&L അക്കൗണ്ടില് P&L അക്കൗണ്ടിൽ. അപ്പോൾ P&L ട്രേഡിങ്ങിൽ എഴുതാനുള്ള സ്ഥലം ഒരു ഗ്യാപ്പ് ഇടാം. എന്നിട്ട് 2 ഡിപ്രീസിയേഷൻ ഓൺ ഏതിൻ്റെ മുകളിലാണ്? ബിൽഡിംഗ്. എത്ര എമൗണ്ട്? 1,625 എഴുതിയില്ലേ? അടുത്തായിട്ട് ഏതാ? ഫർണിച്ചർ. എത്ര ഫർണിച്ചറിൻ്റെ എമൗണ്ട്? ബാലൻസ് ഷീറ്റിൽ പോവാം അല്ലേ? ഫർണിച്ചർ എത്ര എമൗണ്ട്? ഫർണിച്ചറിൻ്റെ 5,000 അല്ലേ? മൈനസ് 10 അല്ല, ഡിപ്രീസിയേഷൻ എത്ര തന്നെ? 5%. അപ്പോൾ 250 അല്ലേ വരാം അല്ലേ? അതിനൊക്കെ കാൽക്കുലേറ്റർ എടുക്കണോ? അപ്പോൾ 4,750 വരും. അപ്പോൾ ഡിപ്രീസിയേഷൻ എവിടെ എഴുതണം? P&L എഴുതണം. 2 ഏതാ? ഡിപ്രീസിയേഷൻ ഓൺ ഏതാ? ഫർണിച്ചർ. എത്ര എമൗണ്ട്? 250. അടുത്തേതാ? മോട്ടോർ കാർ. എത്ര എമൗണ്ട് ഉള്ളത്? വേഗം നോക്കി പറയും. 9,000 മൈനസ് ഡിപ്രീസിയേഷൻ 20% ഉണ്ടല്ലേ? എത്ര വരും 20%? 1,800. 1,800 ലെസ് ചെയ്താൽ എത്ര വരും? 7,200. ഡിപ്രീസിയേഷൻ 1,800. 2 ഡിപ്രീസിയേഷൻ ഓൺ മോട്ടോർ കാർ 1,800 എഴുതാം. ഓക്കെ. അടുത്തായിട്ട് ഏതാ? സ്റ്റോക്ക്. ഓപ്പണിംഗ് സ്റ്റോക്ക് അല്ലേ? നേരെ എവിടെ കൊണ്ടുപോയിട്ട് എഴുതാം? ട്രേഡിങ്ങിൽ അല്ലേ? 2 ഓപ്പണിംഗ് സ്റ്റോക്ക്. 2 ഓപ്പണിംഗ് സ്റ്റോക്ക് എമൗണ്ട് എത്ര? 20,000. പിന്നെ എവിടെയെങ്കിലും എഴുതാണ്ടോ? ഇല്ലല്ലോ. നേരത്തെ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യനേക്കാൾ എളുപ്പം അത്. ക്വസ്റ്റ്യൻ കുറേ ഉണ്ട്, പക്ഷേ ആൻസർ എത്രയേ ഉള്ളൂ? കുറവാണ്. കാരണം ഓൾറെഡി ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റൊക്കെ തന്നില്ലേ? മറ്റേ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ഉണ്ടാക്കേണ്ടി വന്നിരുന്നു. ഓക്കെ. ഇതിനടുത്തേതാ? ഡെപ്റ്റേഴ്സ് അല്ലേ മക്കളെ? 17,000. നമുക്ക് ഡയറക്റ്റ് എഴുതാൻ കഴിയും. അത് ഓപ്പണിംഗ് ഡെപ്റ്റേഴ്സാണ്. എവിടെ എഴുതണം? ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിൽ 2 ബാലൻസ് ബ്രോഡ് ഓൺ. എമൗണ്ട് എത്ര?
17,000. ഈ പ്രധാനപ്പെട്ട സാധനം അല്ലേ, ക്യാഷ് ഇൻ ഹാൻഡും ക്യാഷ് അറ്റ് ബാങ്കും. അതെവിടെ കൊണ്ടുപോയിട്ട് എഴുതണം? ടു ബാലൻസ് ബ്രോഡ് ഓൺ. ക്യാഷിൽ എത്ര എമൗണ്ട് വരുന്നത്? 2,000. ബാങ്കിൽ എത്രയാ? 8,500. ഓക്കെ. ഇനി ക്യാഷിൻ്റെ ബാലൻസ് ഇല്ലേ, അതാണ് ആര് കട്ടുകൊണ്ടുപോയിട്ടുള്ളത്? കാരണം ഈ ഡേറ്റിൽ ആര് പോയിട്ടുണ്ട്? അബ്സ്കോണ്ടഡ് ആയിട്ടുണ്ട്. ഓക്കെ. ബാങ്കിൻ്റെ നമ്മൾ എവിടെ തന്നെ കാണിക്കും? ബാലൻസ് ഷീറ്റിൽ എന്തായിട്ട് കാണിക്കും? ക്യാഷ് ഇൻ ഹാൻഡ് പോലെ ക്യാഷ് അറ്റ് ബാങ്ക് ആയിട്ട് കാണിക്കും. മറ്റേ എമൗണ്ട് ക്യാഷ് അറ്റ് ഹാൻഡ് ആണ്, പക്ഷെ ആരുടെ ഹാൻഡിലാ? ക്യാഷിയറിൻ്റെ. അപ്പോൾ അയാൾ നമുക്ക് എന്ത് ചെയ്യണം? തരണം. അപ്പം റിസീവബിൾ ഫ്രം എന്താണ്? ക്യാഷിയർ എന്ന് പറഞ്ഞിട്ട് എഴുതിയാൽ മതി. ഓക്കെ. യെസ്. അപ്പോൾ അത് കഴിഞ്ഞില്ല, ബാലൻസ് ഷീറ്റ് കഴിഞ്ഞു. നമുക്ക് ഓരോന്നും മൈന്യൂട്ടാണ്. ഇനി അടുത്ത് വർക്കിംഗ് നോട്ടുകൾ വേറെ വേണ്ടി വരും. ഓക്കെ, ക്ലിയർ? അല്ലെങ്കിൽ നോട്ട്സ് എന്ന് പറഞ്ഞ് എഴുതിയാൽ മതി. ഏതാ? നോട്ട്സ്. പറയാം. ഫസ്റ്റ് വൺ ഏതാ? പ്ലീസ് റൈറ്റ് ഒക്കെ ചെയ്തിട്ട് ക്യാഷിയർ പോയിന്റ് പറയും. സെയിൽസ് ഫോർ ദ ഇയർ എൻഡഡ് 31st March 2020 were 20% ഹയർ ദാൻ പ്രീവിയസ് ഇയർ. അപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ഒന്ന് ഇനി ഡയറക്റ്റ് ചെയ്ത് തരട്ടെ, ഒന്ന് ശ്രദ്ധിക്കോ. ഇതെന്താ? നോട്ട് 1 എന്തിനാ? നമ്പർ 1 എന്തിനു വേണ്ടിയിട്ടാണ്? കമ്പ്യൂട്ടേഷൻ ഓഫ് ഏതാ? സെയിൽസ്. ക്യാഷ് സെയിൽ ഉണ്ടോ അവിടെ? ഉണ്ടോ? 20% ഉണ്ട്. അപ്പോൾ നമ്മൾ കാണാൻ പോകുന്ന സെയിൽസ് ഏതാണ്? ടോട്ടൽ സെയിൽസ്. ഏതാ? ടോട്ടൽ സെയിൽസ്. അപ്പോൾ കമ്പ്യൂട്ടേഷൻ ഓഫ് ഏതാണ്? ടോട്ടൽ സെയിൽസ്. ടോട്ടൽ സെയിൽസിൽ ഏതൊക്കെ ഉണ്ടാവും? ക്യാഷും ഉണ്ടാവും, പിന്നെ ഏതുണ്ടാവും? ക്രെഡിറ്റ് ഉണ്ടാവും. ഓക്കെ. സെയിൽസ് ആണോ? ഒരു ഹിൻ്റ് ഉണ്ട്. എന്താ ഹിൻ്റ്? ഈ കമ്പ്യൂട്ടേഷൻ ഓഫ് സെയിൽസ് ആട്ടോ. ഞാൻ ശ്രദ്ധിച്ചോട്ടെ, കറക്റ്റ് ഒരു ഫോർമാറ്റിലാണ്. ശ്രദ്ധിക്കും. സെയിൽസ് ഇമ്പോർട്ടൻ്റാ. പ്രീവിയസ് ഇയറിൻ്റെ എന്തെടുക്കാം? സെയിൽസ് എടുക്കാം. എന്നിട്ട് ഇൻറ്റു എത്ര അടിച്ചാൽ മതി? 120% അടിച്ചാൽ മതി. അപ്പോൾ ഇപ്രാവശ്യത്തെ സെയിൽസ് കിട്ടും. ഇൻറ്റു 120 ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക്? മനസ്സിലായോ? ഇൻറ്റു 120 എന്താന്ന്? ഇല്ല. ഞാനൊരു പണി പറയട്ടെ. 50,000 സെയിൽസ് എന്ന് വിചാരിച്ചാ ഇതിൻ്റെ 20% എങ്ങനെയാണ് കാൽക്കുലേറ്റർ ചെയ്യുക? ഇങ്ങനെയല്ലേ? ഒന്ന് ചെയ്താട്ടെ. ചെയ്യണം, അല്ലെങ്കിൽ കിട്ടൂല. ചെയ്യാൻ പറയുമ്പോൾ അങ്ങനെ നോക്കിയിരിക്കാം. 50,000ൻ്റെ 20% എത്ര വരും? പ്ലസ് ചെയ്തിട്ടുള്ള എമൗണ്ട് അല്ലേ കിട്ടിയുള്ളത്? അല്ലേ? 50,000 പ്ലസ് 20% ഈസ് ഈക്വൽ ടു, അപ്പോൾ എത്ര കിട്ടി? 60,000 കിട്ടിയില്ലേ? വിച്ച് മീൻസ് 50,000ൻ്റെ 20% എത്രേ? അല്ലേ? അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ കാൽക്കുലേറ്റർ ചെയ്യാം? അടുത്തൊരു മെത്തേഡ്. 50,000 ഇൻറ്റു 20% അടിക്കേ. 50,000 ഇൻറ്റു 20, അപ്പോൾ എത്ര കിട്ടി? 10,000 പ്ലസ് ഈസ് ഈക്വൽ ടു അടിക്കുക. പ്ലസ് ഈസ് ഈക്വൽ ടു 60,000. ഇനി വേറെ മെത്തേഡ് പറയട്ടെ. 50,000 ഇൻറ്റു 120% കണ്ടേ. കിട്ടിയില്ലേ? ഇത് ചെയ്താൽ പോരെ? സത്യത്തിൽ മാത്തമാറ്റിക്കലി ഇങ്ങനെ എഴുതാൻ പറ്റില്ല. ഇതിങ്ങനെ എഴുതുക. 50,000 പ്ലസ് 20%. എന്തെഴുതാം? അപ്പോൾ കാൽക്കുലേറ്ററിൽ എന്താ? കാൽക്കുലേറ്റർ ചെയ്യാൻ പറ്റും. 50,000ൻ്റെ ഏതാണ്? ഇത് എഴുതുമ്പോൾ കറക്റ്റ് എഴുതണം. 50,000 പ്ലസ് 20% ഓഫ് ഏതാണ്? 50,000. അപ്പോൾ ശരിക്കും മാത്തമാറ്റിക്കലി കോസ്റ്റിങ്ങിലൊക്കെ നിങ്ങൾ ഉപയോഗിക്കേണ്ട പരിപാടി ഇതാണ്. 50,000 ഇൻറ്റു 120. കുഴപ്പമില്ലല്ലോ? അപ്പോൾ കുഴപ്പമില്ലല്ലോ? യെസ്. ഓക്കെ. അപ്പം ഇനി ഇതിൽ എന്ത് കിട്ടണം? എന്ത് കിട്ടണം? പ്രീവിയസ് ഇയർ സെയിൽസ് കിട്ടണം. പോട്ടെ. പ്രീവിയസ് ഇയർ സെയിൽസ് ഈസ് ഈക്വൽ ടു എങ്ങനെ കാണാം? അതാണ് അടുത്ത് ക്വസ്റ്റ്യൻ മാർക്ക് ഇടുക. അപ്പോൾ ശ്രദ്ധിച്ചോ, ഒരു കോമ്പിനേഷൻ പറയാം. ക്വസ്റ്റിൽ ഗ്രോസ് പ്രോഫിറ്റ് വായിച്ചേ. ഓൾവേസ് സെൽ എ ഹൈ ഗുഡ്സ് അറ്റ് കോസ്റ്റ് പ്ലസ് എത്രയാണ്? ഹിസ് ഗുഡ്സ് അറ്റ് കോസ്റ്റ് പ്ലസ് എത്ര? 25%. അപ്പോൾ നോക്ക് ഇവരുടെ പാറ്റേൺ ഇതാ. കോസ്റ്റ് പ്ലസ് ഏതാ? പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു ഏതാ? സെയിൽസ്. എന്നിട്ട് ഇതിൽ ഫില്ല് ചെയ്യാം നമ്മൾ കേട്ടോ. കോസ്റ്റ് എത്രയായിട്ട് അസ്യൂം ചെയ്യാം? കണ്ട അസ്യൂംഡ് നടക്കാൻ ഞാൻ എഴുതുന്നുണ്ടേ. പ്ലസ് അപ്പോൾ പ്രോഫിറ്റ് എത്രയാവും? 25. കുഴപ്പമില്ലല്ലോ? 100ൻ്റെ 25% അല്ലേ? നിങ്ങൾക്ക് 1000 വേണമെങ്കിൽ 1000 എടുക്കാം മക്കളെ.
1000ൻ്റെ 20% എത്ര? 250 അപ്പോൾ വലുതാവും, വേണ്ടല്ലോ. ഇനി 10 എടുക്കുക വേണമെങ്കിൽ എടുക്കാം. ഓക്കെ. പക്ഷെ 100 എന്താണ്? ഒരു ബേസിക് അല്ലേ? സാധാരണ പെർസെൻറ്റേജ് നമ്മൾ 100-ലല്ലേ? 100 + 25 അപ്പോൾ എത്ര? 125 അല്ലേ? ക്ലിയർ ആണോ? ഇതിലെന്താ നിങ്ങൾക്ക് അറിയുന്നത്? ഇത് കഴിഞ്ഞ കൊല്ലവും ഇക്കൊല്ലമൊക്കെ അവരെ പ്രാക്ടീസ് എന്താ? അവർ ഏത് സാധനം കിട്ടുന്ന അതിൻ്റെ 25% എന്ത് ചെയ്യും? പ്രോഫിറ്റ് ആഡ് ചെയ്ത് വെക്കും. ക്ലിയർ ആണോ? 50,000ൻ്റെ സാധനമാണെങ്കിൽ 50,000ൻ്റെ 20% ആഡ് ചെയ്തിട്ട് 25% ആഡ് ചെയ്തിട്ട് വെക്കും. ഇതാണ് അവർ പ്രാക്ടീസ്. അങ്ങനെയാണ്. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ ഹിൻ്റ് അറിയാം. ഏതാണ്? പ്രീവിയസ് പ്രോഫിറ്റ് അത്ര 30,000 അല്ലേ? ഗ്രോസ് പ്രോഫിറ്റ് 30,000 അല്ലേ മക്കളെ പ്രീവിയസ് ഇയർ അല്ലേ? ഞാൻ പറയണോ? അങ്ങനെയാണെങ്കിൽ സെയിൽസ് എങ്ങനെ? therefore സെയിൽസ് ഈസ് ഈക്വൽ ടു 30,000. മക്കളത് പെന്നാന്ന് വിചാരിച്ചു. 25 പെന്നിന് 30,000 റുപ്യ. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ 100 പെന്നിന് എത്ര? 125 പെന്നിന് എത്ര? കോമൺ സെൻസ് അപ്ലൈ ചെയ്താൽ പോരെ? 25 കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്താൽ 1 പെന്നിൻ്റെ പൈസ കിട്ടൂലേ? ഇൻറ്റു 125 ആകുമ്പോൾ എത്ര വരുന്നു? 1,50,000 അല്ലേ? അപ്പോൾ കിട്ടിയില്ലേ? സെയിൽസ് ഈസ് ഈക്വൽ ടു ഏത് സെയിൽസാണ്? മുകളിൽ എഴുതാം. ഇതാണ് പ്രീവിയസ് ഇയർ സെയിൽസ് 1,50,000. ആ പ്രീവിയസ് ഇയർ സെയിൽസിൻ്റെ 120% എത്ര വരും? 1,80,000. ഈ 1,80,000 ഏത് സെയിൽസാണ്? ടോട്ടൽ സെയിൽസ് അല്ലേ? അതിൽ ക്യാഷ് എത്രേ? ക്രെഡിറ്റ് എത്രേ? ക്യാഷ് എത്രേ? 20%. അപ്പോൾ ക്രെഡിറ്റ് എത്രേ? അപ്പോൾ എത്ര വരും? 1,80,000ൻ്റെ 20% 36,000. അപ്പോൾ 1,44,000. സിമ്പിളല്ലേ? ഇനി പറയണ എഴുതൂലേ? നിങ്ങൾ എഴുതൂലേ? ഇനി ഒന്നുകൂടെ പ്രസൻറ്റേഷൻ മാറ്റണ്ടല്ലോ. വർക്കിംഗ് നോട്ട് പോയിട്ട് എഴുതണം. ഒരു പണി താളെ വർക്കിംഗ് നോട്ടില്ലേ? നിങ്ങളെന്താ എഴുതിയുള്ളത്? 1 ആണ് ഞാൻ ഇതിനെല്ലാം ഇട്ടുള്ളത്. നിങ്ങളെങ്ങനെ ഇട്ടുള്ളത്? 1 2 3 ഇട്ടുണ്ടാ? അപ്പോൾ ഞാൻ ആ രീതിയിൽ പറയട്ടാ. 1 ആണിത്. അപ്പോൾ ഇത് ഏതാ? വർക്കിംഗ് നോട്ട് നമ്പർ ഏതാ? 2 എഴുതിക്കോ. വർക്കിംഗ് നോട്ട് നമ്പർ 2. നോട്ട് എന്ന് എഴുതണ്ട, കൺഫ്യൂഷൻ വരണ്ട. വർക്കിംഗ് നോട്ട് നമ്പർ 2 എന്നെ ഫോളോ ചെയ്ത് എഴുതിക്കോട്ടാ. കമ്പ്യൂട്ടേഷൻ ഓഫ് എഴുതാം. കമ്പ്യൂട്ടേഷൻ ഓഫ് ടോട്ടൽ സെയിൽസ് ഓക്കെ അല്ലേ? അടിയിൽ എഴുതാം. കറണ്ട് ഇയർ സെയിൽസ് ഈസ് ഈക്വൽ ടു, ഞാൻ അതിൽ ചിലപ്പോൾ മാറ്റങ്ങളൊക്കെ വരുത്തൂട്ടാ. അപ്പോൾ എന്നെ ഫോളോ ചെയ്ത് എഴുതാം. അതിൽ നോക്കി കോപ്പി പേസ്റ്റ് ചെയ്യണ്ട. അപ്പോൾ കറണ്ട് ഇയർ സെയിൽസ് ഈസ് ഈക്വൽ ടു പ്രീവിയസ് ഇയർ സെയിൽസ് ഇൻറ്റു 120%. previous year sales into 120%. ഒരു 2 ലൈൻ വിടാം, അല്ലെങ്കിൽ 3 ലൈൻ വിടാം. 3 ലൈൻ വിട്ടിട്ട് വർക്കിംഗ് നോട്ട് നമ്പർ ഏതാ? അടുത്ത വർക്കിംഗ് നോട്ട് ഏതാ? 3. വർക്കിംഗ് നോട്ട് നമ്പർ 3. കമ്പ്യൂട്ടേഷൻ ഓഫ് പ്രീവിയസ് ഇയർ സെയിൽസ്. അടിയിൽ എഴുതാം കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു സെയിൽസ്. അടിയിൽ എഴുതാം കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു സെയിൽസ്. ഓക്കെ. ഇതിൽ അറിയുന്ന സാധനം ഏതാ? കോസ്റ്റിന് ഡൗൺ ആയിട്ട് എഴുതാം 100. കോസ്റ്റിന് ഡൗൺ ആയിട്ട് എഴുതാം 100. ബ്രാക്കറ്റിൽ എഴുതാം 100 എഴുതുന്ന അസ്യൂം. ഇതിന്റെ താഴത്തെ എഴുതിച്ചു അസ്യൂം. 100 താഴത്തെ എഴുതിക്കാം അസ്യൂം. പ്ലസ് ഏതാ? 25. ഡൗൺ ആയിട്ട് എഴുതി വെക്കാം. 25 എഴുതുന്ന കിട്ടിയത് ക്വസ്റ്റ്യൻ ക്യൂ ഇട്ടാലും മതി. ക്യൂ എന്നിട്ടാൽ മതി. ക്യൂ എന്നിട്ടാൽ മനസ്സിലാവും. ഈ സീക്വൽസ് എത്ര വരും? അപ്പോൾ 100 പ്ലസ് 25 എത്ര? 125. ഓക്കെ അല്ലേ? ഓക്കെ. ഒരു ക്വസ്റ്റ്യൻ തന്ന ഏതാണ്? 25 അല്ലേ? അതിന് ഡൗൺ ആയിട്ട് എഴുതും 30,000. ഓക്കെ അല്ലേ? ബ്രാക്കറ്റിൽ എഴുതി വെക്കുക ഗ്രോസ് പ്രോഫിറ്റ് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ. 30,000ന്റെ ബ്രാക്കറ്റ് എഴുതി വെക്കുക
Gross profit given in the question. Gross profit given in the question. Okay? Yes. Therefore, sales of previous year will be. Sales of previous year will be. Sales of previous year will be. എങ്ങനെ കാണാം? 30,000 divided by 25 into 125. ഞാൻ 125 ഇട്ടിട്ടില്ല. 30,000 divided by 25 into 125. എത്ര വരും? 1,50,000. നേരെ 1,50,000 കിട്ടില്ലേ? ഇവിടെ 30,000 divided by 25 into എങ്ങനെ ഞാൻ ഈ പറയുമ്പോൾ നിങ്ങൾ എവിടെയാണ്? divided by 25 into 125. 1,00,000 എത്ര? 50,000. ഇത് മുകളിൽ കൊണ്ടിട്ട് എവിടെ? വർക്കിംഗ് നോട്ട് നമ്പർ 2 അല്ലേ? അവിടെ പ്രീവിയസ് ഇയർ സെയിൽസ് പറഞ്ഞില്ല എന്നുകൊണ്ട് വന്ന് അവിടെ എഴുതി 1,50,000 into 120%. 1,50,000 into 120%. എത്ര വരും? 1,80,000. അതിന്റെ രണ്ടെണ്ണം ആക്കുക. ഇനി റൈറ്റ് സൈഡിൽ സ്ഥലം ഇനി ഡൗൺ ആരോ ഇട്ടിട്ട് 2 ബ്രാഞ്ച് ആക്കിയാലും മതി. ഒന്ന് ക്യാഷ് സെയിൽസ് 20%, ക്രെഡിറ്റ് സെയിൽസ് 80%. വേഗം ക്യാഷ് സെയിൽസ് 20, 1,80,000 20 എത്ര വരും? 36,000 വരും. ദെൻ ക്രെഡിറ്റ് സെയിൽസ് 80 എത്ര വരും? 1,44,000 വരും. ഓക്കെ, കഴിഞ്ഞില്ലേ? പോട്ടെ, ഇപ്പം എല്ലാം ആയില്ലേ? നമുക്കിപ്പോൾ ലാസ്റ്റ് ഇവിടുന്ന് ഒരു എൻട്രി കിട്ടും അല്ലേ? ഈ എൻട്രി ഉണ്ട് പോസ്റ്റ് ചെയ്ത പരിപാടി. എന്താ എൻട്രി? ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ. അയ്യോ സെയിൽ ചെയ്തതിൻ്റെ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ, ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ്. ഓക്കെ അല്ലേ? എൻട്രി അവിടെ എഴുതി വെച്ചോ, അവിടെ എവിടെയെങ്കിലും എഴുതി വെച്ചോ, അതും കൂടെ എഴുതിക്കോ. ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ 36,000 അല്ലേ? ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ക്രെഡിറ്റ് സെയിൽ ചെയ്ത് അങ്ങനെയല്ലേ വരാം? 1,44,000 ടു ഏതാ? സെയിൽസ്. മൊത്തം 1,80,000. ഓക്കെ അല്ലേ? ഇത് പോസ്റ്റ് ചെയ്താൽ പ്രശ്നം തീരില്ലേ? ഇതേതാ? ക്യാഷ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നില്ലേ? അതിലെന്തെഴുതാം? 2 സെയിൽസ്. എത്ര എഴുതാം? 36,000 അല്ലേ? ഡെപ്റ്റേഴ്സിൽ എന്തെഴുതാം? 2 സെയിൽസ് എന്ന് പറഞ്ഞിട്ട് എത്ര എഴുതാം? 1,44,000. സെയിൽസ് അക്കൗണ്ട് ഉണ്ടാ? പക്ഷേ ഈ സെയിൽസ് എവിടെ എഴുതാം? സെയിൽസ് എവിടെ എഴുതാം? ട്രേഡിങ്ങിൽ. കഴിഞ്ഞില്ലേ? വേഗം ആവട്ടെ. ക്യാഷിൽ കൊണ്ടുപോയിട്ട് ആദ്യം എന്തെഴുതാം? 2 സെയിൽസ് 36,000. ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിൽ 2 സെയിൽസ് 1,44,000. ഇത് നേരെ ട്രേഡിങ്ങിൽ ഫസ്റ്റ് ഐറ്റം ക്രെഡിറ്റിൽ ബൈ സെയിൽസ് 1,80,000. അടിപൊളി. 1,80,000. എവിടെയൊക്കെ ഉള്ളത് മക്കളെ? ഒന്നുകൂടെ പറയാം. ഡെപ്റ്റേഴ്സിൽ എഴുതി 2 സെയിൽസ്, ക്യാഷ് ബുക്കിൽ 2 സെയിൽസ്, പിന്നെ ട്രേഡിങ്ങിൽ ബൈ സെയിൽസ്. ട്രേഡിങ് അക്കൗണ്ടിൽ ബൈ സെയിൽസ് എഴുതില്ലേ? എഴുതാത്തവരുണ്ടായിനി? ഇല്ല. ക്വസ്റ്റ്യൻ കണ്ടിന്യൂ. ക്വസ്റ്റ്യൻ കറക്റ്റ് ഫോളോ ചെയ്ത് പോവാം. അടുത്തേതാ? പോയിന്റ് നമ്പർ ഏതാ? ബി അല്ലേ? ബി അല്ലേ? വളരെ മോശം കിട്ടാ. അത് ഓൺ 1st April 2022 ആക്കിയില്ല നമ്മൾ അല്ലേ?
ഓക്കെ 2023 ആക്കി. യെസ്. എത്ര രൂപയാണ് സ്റ്റോക്ക്? ക്ലോസിങ് സ്റ്റോക്ക് അല്ലേ, 2 സ്ഥലത്ത് കാണിക്കണ്ടേ, ട്രേഡിങ്ങിലും കാണിക്കണം ബാലൻസ് ഷീറ്റിലും. പുതുമയില്ലല്ലോ, പെട്ടെന്നാവട്ടെ. അപ്പോൾ ബൈ ട്രേഡിങ്ങിൽ ബൈ ക്ലോസിങ് സ്റ്റോക്ക് 30,000. അസറ്റ് സൈഡിൽ ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിലും ക്ലോസിങ് സ്റ്റോക്ക് എത്രയാണ്? 30,000. ഓക്കെ അല്ലേ? അടുത്ത പറയട്ടെ. പോയിന്റ് സി വായിച്ചേ. കളക്ഷൻ ഫ്രം, എല്ലാവരും ഒരുമിച്ച് വായിക്കും. കളക്ഷൻ ഫ്രം ഡെപ്റ്റേഴ്സ് എമൗണ്ട് ടു 1,40,000 ഓഫ് വിച്ച് 35,000 വാസ് റിസീവ്ഡ് ഇൻ ക്യാഷ്. അതിൻ്റെ ജേണൽ എൻട്രി ഒന്ന് പറഞ്ഞ്. ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ, ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഏതാ? ഡെപ്റ്റേഴ്സ്. അപ്പോൾ എവിടെയൊക്കെ എഴുതണം? അത് കറക്റ്റ് ഓർഡറിൽ പറയും. ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ, അപ്പോൾ ആദ്യം എവിടെ എഴുതാം? ക്യാഷിൽ എഴുതാം. ക്യാഷിൽ ടു എന്തെഴുതാം? ഡെപ്റ്റേഴ്സ് അല്ലേ, പൈസ കളക്ട് ചെയ്യല്ലേ. ക്യാഷിലും എഴുതണം, എവിടെ എഴുതണം? ബാങ്കിലും എഴുതണം. ക്യാഷിലേക്ക് എത്ര വരുന്നത്? 35,000. അപ്പോൾ ബാക്കിയുള്ള 1,05,000 എവിടേക്കാം? ബാങ്കിലേക്ക്. എഴുതിയില്ലേ? തെറ്റിയാ? ഏത് 36,000 എഴുതിയില്ല? എന്താ നമ്മളെ മനസ്സിലായില്ല? അത് ഞാൻ എഴുതിയിട്ടില്ലല്ലേ? ഒരു 1,44,000 ഏതിന് തൊട്ട് മുൻപത്തെ ആണോ? എന്തെങ്കിലും വിട്ടുണ്ടോ നമ്മൾ? ഇതല്ലോ. ഓക്കെ, എന്താ അറിയില്ല, പോട്ടെ പോട്ടെ, നത്തിങ് ഗ്രേറ്റ് മകളെ. അപ്പോൾ ഡെപ്റ്റേഴ്സിൽ ഇനി എഴുതണ്ടേ? ഡെപ്റ്റേഴ്സിൽ എന്തെഴുതണം പറയ്? ബൈ ക്യാഷും എഴുതണം, ബൈ ഏതും എഴുതണം, ബാങ്കും എഴുതണം. അപ്പോൾ വേഗം ഡെപ്റ്റേഴ്സിൽ എന്ത് ചെയ്തോ? ബൈ ക്യാഷ്, ബൈ ബാങ്ക്. മുപ്പത്തഞ്ചും അല്ലേ, 1,05,000 അല്ലേ? അതില്ലേ? അപ്പോൾ എൻട്രി ആലോചിച്ചാൽ മതി, കൺഫ്യൂഷൻ ഉണ്ടാവില്ല. ഓക്കെ സാറേ, എൻട്രി അറിയണം. അടുത്തതാ ബിസിനസ് എക്സ്പെൻസ് എമൗണ്ട് 20,000 അല്ലേ? ഞാനൊരു പണി പറഞ്ഞേ, അതിനൊരു എൻട്രി എഴുതി തരട്ടെ. വർക്കിംഗ് നോട്ട് നമ്പർ ഏതാ? 2, 3, 4 അല്ലേ? വർക്കിംഗ് നോട്ട് നമ്പർ 4. ഓക്കെ, ആ വർക്കിംഗ് നോട്ട് നമ്പർ 4 സി ഇല്ലേ? ക്വസ്റ്റിൽ സി ഇല്ലേ? അവിടെ എഴുതി വെച്ചാൽ സിയുടെ അടുത്ത് വർക്കിംഗ് നോട്ട് നമ്പർ 4 നോക്കിയാൽ മതി, പ്രശ്നം തീരും. അതിൽ ഏതിൻ്റെയാണ്? ആ 20,000 കേട്ടാ. ഞാൻ എഴുതട്ടെ, ഒന്ന് ശ്രദ്ധിക്കോ. ഞാൻ എഴുതിയിട്ട് നിങ്ങൾ പകർത്തിയാൽ മതി. എന്താ? ബിസിനസ് എക്സ്പെൻസ്. ഏത് എക്സ്പെൻസ് ഒന്നും പറഞ്ഞില്ല. ഡെബിറ്റ് ചെയ്യണം. എത്ര രൂപ? 20,000. അതിൽ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എത്രയുണ്ട്? 5,000. ബാക്കി 15,000 അല്ലേ? അതിൽ 6,000 എങ്ങനെയാണ്? ചെക്കാണ്. അപ്പോൾ 2 ബാങ്ക് എത്രയാണ്? 6,000 അല്ലേ? ബാക്കി 2 ക്യാഷ് എത്ര ആയിരിക്കും? അപ്പോൾ ഇനി ബാക്കി എത്ര ഉള്ളത്? 9,000. കണ്ട, എങ്ങനെയുണ്ട്? എഴുതിയാൽ പോരെ അല്ലേ? എഴുതിക്കോളൂ. എൻട്രി ബിസിനസ് എക്സ്പെൻസ് 20,000, 2 ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് 5,000, 2 ബാങ്ക് 6,000, 2 ക്യാഷ് എങ്ങനെ വന്നു വെച്ചാൽ അവിടെ വേണമെങ്കിൽ എന്ത് ചെയ്തോ? ബാലൻസിങ് ഫിഗർ എന്ന് എഴുതിക്കോ. അപ്പോൾ ആ പ്രശ്നം തീരും. ഇനി പിന്നെ നോക്കുമ്പോൾ കൺഫ്യൂഷൻ ഒഴിവാകും. സ്പീഡ് അവിടെ. മക്കളെ ഓരോന്ന് പോസ്റ്റ് ചെയ്യാം. ബിസിനസ് എക്സ്പെൻസ് എവിടെ എഴുതണം? P&L ഡെബിറ്റ് ചെയ്യണം. വേണ്ടേ? നേരെ P&L 20,000 അല്ലേ ചെയ്യണ്ടേ? അല്ലേ?
എടാ നിങ്ങൾ കൊടുത്താലും ബാങ്ക് കൊടുത്താലും ക്യാഷ് കൊടുത്താലും ടോട്ടൽ എക്സ്പെൻസ് 20,000 അക്രൂവൽ കൺസെപ്റ്റ്. നേരെ പി എൻ്റെ എവിടെ ഇവിടെ 2 ഏതാ ബിസിനസ് എക്സ്പെൻസ് എന്ന് പറഞ്ഞ് ടോട്ടൽ എമൗണ്ട് 20,000 എഴുതും. നിങ്ങൾ 15,000 ആഡ് ഔട്ട്സ്റ്റാൻഡിങ് എന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ എഴുതാം. സാധാരണ അങ്ങനല്ലേ നമ്മൾ ചെയ്യാറ്. പക്ഷെ ഇപ്പോൾ ചെയ്യുന്നില്ല, ഡയറക്റ്റ് എഴുതും 20,000. എന്താ ഡൗട്ട് ഉണ്ടോ? എന്താ ഇല്ല. പിന്നെ ബിസിനസ് എക്സ്പെൻസ് ഇനി എവിടെയൊക്കെ എഴുതണം പറയും മക്കളെ. ഓരോന്ന് നിങ്ങൾ അങ്ങനെ പറയല്ലേ. ഒരു ഓർഡറില്ലാത്ത ജീവിതമാണ് നിങ്ങളുടെ പ്രശ്നം. ജീവിതത്തിന് ഒരു ഓർഡർ വേണ്ടേ? ഇത് കഴിഞ്ഞാൽ അടുത്ത ഐറ്റം ഏതാണ്? ഔട്ട്സ്റ്റാൻഡ് എക്സ്പെൻസ്. അതിൻ്റെ കാര്യം തീരുമാനമാക്കാതെ നിങ്ങൾ ക്യാഷിലേക്കും ബാങ്കിലേക്കൊക്കെ പോവാം. ഔട്ട്സ്റ്റാൻഡ് എക്സ്പെൻസ് ലയബിലിറ്റി അല്ലേ? ബാലൻസ് ഷീറ്റിൽ എവിടെ എഴുതണം? ലയബിലിറ്റി സൈഡിൽ. വേഗം എഴുതിക്കോ. ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിൽ ഔട്ട്സ്റ്റാൻഡിങ് ബിസിനസ് എക്സ്പെൻസ് എത്ര എമൗണ്ട്? 5,000. ഓക്കെ, അടുത്ത ഐറ്റം പറയും. ഇനിയാണ് ബാങ്കിലും ക്യാഷിലും. എന്ത് പറഞ്ഞ് എഴുതിയാൽ മതി? ബൈ ബിസിനസ് എക്സ്പെൻസ്. ബാങ്കിൽ 6,000, ക്യാഷിൽ എത്ര എഴുതും? 9,000. അപ്പോൾ എഴുതിക്കോ ബൈ ബിസിനസ് എക്സ്പെൻസ്. തെറ്റരുത്, ക്യാഷിലാണ് എത്ര? 9,000. ഓക്കെ അല്ലേ? ജേണലിൽ ആദ്യം ബാങ്കാണ് എഴുതിയുള്ളത്, ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, പക്ഷെ ഇവിടെ പോസ്റ്റ് ചെയ്യുമ്പോൾ ആദ്യം ക്യാഷ് പിന്നെ ബാങ്ക് എഴുതിയില്ലേ? ബൈ ബിസിനസ് എക്സ്പെൻസ്. അപ്പോൾ അത് തീരുമാനമായി. പോയിന്റ് നമ്പർ സി കഴിഞ്ഞില്ലേ? അടുത്ത ഡിയിലേക്ക് വരാം. ഡി വായിച്ചേ തളരും, അത് ഫോക്കസ് പോലെ. ഡി ഏതാ? അനാലിസിസ് ഓഫ് പാസ്ബുക്ക്. പേയ്മെന്റ് ടു ക്രെഡിറ്റേഴ്സ് 1,37,500. എൻട്രി പറയും. ക്രെഡിറ്റേഴ്സ് പാസ്ബുക്കിൽ നിന്ന് കിട്ടിയതാ. ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് അപ്റ്റർ ടു ബാങ്ക്. അപ്പോൾ വേഗം എഴുതിക്കോ 2 സ്ഥലത്ത്. ആദ്യം ഏത് അക്കൗണ്ടിലാ? ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിൽ. എന്തെഴുതണം? ടു ബാങ്ക്. കണ്ട, ആ ഓർഡർ കറക്റ്റ് വേണം. ആദ്യം ഡെബിറ്റിൽ കൊണ്ടുപോയിട്ട് എഴുതാം. ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിൽ ടു ബാങ്ക് എത്ര? 1,37,500. ഓക്കെ അല്ലേ? ഇനി ബാങ്കിൽ എന്തെഴുതണം? ബൈ ക്രെഡിറ്റേഴ്സ് 1,37,500. ഓക്കെ. അടുത്ത പേഴ്സണൽ ഡ്രോയിങ്സ് 7,500. എൻട്രി ഡ്രോയിങ്സ് അക്കൗണ്ട് അപ്റ്റർ ടു ബാങ്ക്. കാരണം പാസ്ബുക്ക് നോക്കിയപ്പോഴാണ് മനസ്സിലായില്ലേ? ഓക്കെ, അതാ പാസ്ബുക്ക് പ്രത്യേകം അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ എൻട്രി എന്താ? എവറി ട്രാൻസാക്ഷൻ ഹാസ് 2 ആസ്പെക്ട്. അത് ഫോളോ ചെയ്താൽ പോരാ. അതിനല്ലേ ഇവിടെ പുതുതായിട്ട് ഒന്നും പഠിക്കില്ല മക്കളെ. ബൈ ഏതാ? ഡ്രോയിങ്സ് 7,500. ബാങ്കിൽ നിന്ന് പോകണം. ഇത് ക്യാപിറ്റലിന് എന്ത് ചെയ്യണം? കുറയ്ക്കാൻ മറക്കരുത്. ഇപ്പം തന്നെ കൊണ്ട് എഴുതി വെച്ചൂടെ? ഇനി വല്ല ഡ്രോയിങ്സ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പം എന്ത് ചെയ്യാം? അതും കൂടെ ആഡ് ചെയ്യാം. ഇപ്പോൾ തൽക്കാലം എന്ത് ചെയ്യുക? നേരെ ബാലൻസ് ഷീറ്റിൽ ക്യാപിറ്റലിൻ്റെ തൊട്ട് താഴെയായിട്ട് ലെസ് ഏതാ? ഡ്രോയിങ്സ്. എത്ര എമൗണ്ട്? 7,500. ഒന്നും ചെയ്യരുത് ക്യാപിറ്റൽ അല്ലേ? പ്രോഫിറ്റൊക്കെ സെറ്റ് ചെയ്യണം. അടുത്ത് ക്വസ്റ്റ്യൻ റിലാക്സ്. അടുത്തേതാ? ക്യാഷ് ഡെപ്പോസിറ്റഡ് ഇൻ ബാങ്ക്. എൻട്രി കോൺട്രാൻട്രി. എല്ലാവരും ശ്രദ്ധിച്ചോ? ചിലപ്പോൾ മറന്നുണ്ടാവും. എൻട്രി ബാങ്ക് അക്കൗണ്ട് അപ്റ്റർ ടു ക്യാഷ്. അപ്പോൾ ആദ്യം ഏത് അക്കൗണ്ടിൽ എഴുതണം? ശ്രദ്ധിക്ക്. ബാങ്കിൽ. എന്ത് പറഞ്ഞ് എഴുതണം? ടു ക്യാഷ്. എത്ര? ബാങ്കിൽ എത്ര എഴുതേണ്ട? 71,500. കഴിഞ്ഞില്ല. പിന്നെ എന്ത് എഴുതണം? ബൈ ബാങ്ക് എന്ന് പറഞ്ഞ് എവിടെ എഴുതണം? ക്യാഷിൽ എഴുതണം 71,500. ടു ക്യാഷ് ബാങ്ക്. അത് ഒരേ സമയത്ത് 2 അക്കൗണ്ട് ഉണ്ട്. പോസ്റ്റ് ചെയ്താ മോനെ? ചെയ്താ. ടു ക്യാഷ് 71,500. ബൈ ബാങ്ക് ക്യാഷിൽ 71,500. ഇന്ന് ലോജിക്കലി നോക്കി നോക്ക്. ഹലോ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തല്ലേ? അപ്പോൾ എവിടെ കൂടി? ബാങ്കിൽ കൂടി. എവിടെ കുറഞ്ഞ്? നമുക്കറിയുന്നൊരു കാര്യമുണ്ട്, ഒന്നുകൂടെ പറയാം. ഏതാ? ക്യാഷിൻ്റെ ഈ സൈഡ് ഏത് സൈഡാണ്? റിസീപ്റ്റ് സൈഡ്. ബാങ്കിൻ്റെ ഏത് സൈഡാണ്? ഡെപ്പോസിറ്റ്. ക്യാഷിൻ്റെത് ഏതാ?
പേയ്മെൻറ്റ്. ഇവിടെ ഏതാ? വിഡ്രോവൽ അല്ലേ? വിഡ്രോവൽ, നോട്ട് ഡ്രോയിങ്സ്. എന്താ മോളെ ഡൗട്ട് ഉണ്ടോ? നിനക്ക് ഡൗട്ട് ഉണ്ടോ? നീ എന്താ മറമറിയാണ്? ഇല്ല. എന്നാൽ അടുത്ത ഭാഗം, ക്വസ്റ്റ്യനിലെ അടുത്ത ഭാഗം ഇതേപോലെ ഒരു വിഡ്രോവൽ വരുന്നുണ്ട് അല്ലേ? വിഡ്രോ ഫ്രം ബാങ്ക്. നേരെ ഓപ്പോസിറ്റ് എൻട്രി എന്താ? ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക്. അപ്പോൾ ടു ബാങ്ക് എന്ന് എഴുതി ക്യാഷിൽ എത്രയാ? 12,000. ബൈ എന്തെഴുതണം? ക്യാഷ് എന്ന് എഴുതി എവിടെയാ? ബാങ്കിൽ 12,000 അല്ലേ? ബാങ്കിൽ നിന്ന് വിഡ്രോവൽ, ക്യാഷിൻ്റെ എന്താ? റിസിപ്റ്റ്. കഴിഞ്ഞ് പരിപാടി കഴിഞ്ഞ്. ഗ്രോസ് പ്രോഫിറ്റ് ഓൾറെഡി നമ്മൾ എടുത്താണ്, ഡിപ്രീസിയേഷൻ ഓൾറെഡി നമ്മൾ എടുത്താണ്. പിന്നെ ക്യാഷിൻ്റെ ബാലൻസ് വരുന്നത് ആരിൽ നിന്ന് കിട്ടാണ്ടെന്ന് വിചാരിച്ച് കാണിക്കും? ക്യാഷ്യറിൽ. ഓക്കെ അല്ലേ? അപ്പോൾ ഓരോന്നും നമുക്ക് എന്ത് ചെയ്യാം? ബാലൻസ് ചെയ്ത് പോവല്ലേ അല്ലേ? ഓക്കെ, ബാലൻസ് ചെയ്യുമ്പോൾ ആദ്യം വർക്കിംഗ് നോട്ടുകൾ ബാലൻസ് ചെയ്യണം അല്ലേ? അപ്പോൾ ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. എന്താ വെച്ചാൽ ഡെപ്റ്റേഴ്സിലൊരു സാധനമില്ല. എന്താ? അല്ല, ഡെപ്റ്റേഴ്സിലല്ല ഉണ്ട്, കുഴപ്പമില്ല. ഡെപ്റ്റേഴ്സ് ആദ്യം ബാലൻസ് ചെയ്യാം. ബാലൻസ് ചെയ്ത് വേഗം ബാലൻസ് ചെയ്യും. കൂടുതൽ ഡെബിറ്റിലല്ലേ? 1,44,000 പ്ലസ് എത്രയാ? 17,000 പ്ലസ് 17,000 എത്ര വരും? 1,61,000. 1,61,000 മൈനസ് 35,000 മൈനസ് 1,05,000. അപ്പോൾ എത്ര വരും? 21,000. ഇതാണ് നമ്മുടെ ഏതിൻ്റെ ബാലൻസ്? ഡെപ്റ്റേഴ്സ്. ബൈ ബാലൻസ് ക്യാരി ഡൗൺ. ബൈ ബാലൻസ് ക്യാരി ഡൗൺ 21,000 കിട്ടിയില്ലേ? നേരെ എവിടെ കൊണ്ട് എഴുതാൻ മറക്കണ്ട? ബാലൻസ് ഷീറ്റിൽ. ബാലൻസ് ഷീറ്റിൽ പോയിക്കോ. ഡെപ്റ്റേഴ്സ് എമൗണ്ട് 21,000. വേണമെങ്കിൽ വർക്കിംഗ് നോട്ടൊക്കെ കോട്ട് ചെയ്യുക. അത് ഏത് വർക്കിംഗ് നോട്ടിൽ കിട്ടിയതാ? വർക്കിംഗ് നോട്ട് നമ്പർ 1 കിട്ടിയതാ. വർക്കിംഗ് നോട്ട് നമ്പർ 1 കിട്ടിയതാ. കിട്ടിയില്ലേ? അടുത്ത അക്കൗണ്ട് ഏതാ? ക്രെഡിറ്റേഴ്സ്. പക്ഷെ ക്രെഡിറ്റേഴ്സിന് ഒരു പ്രശ്നമുണ്ട് മക്കളെ. എത്ര രൂപയുടെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്? പർച്ചേസ് എന്ന് ഇപ്പോഴും കിട്ടിയിട്ടില്ല. കണ്ടാ? ഓക്കെ അല്ലേ? ക്ലിയർ? മനസ്സിലായ? ഇത് ഇൻകംപ്ലീറ്റ് ആണ്. ഇതിൻ്റെ മീനിങ് ലോജിക്കലി അപ്ലൈ ചെയ്തത് 31,000 റുപ്യ കൊടുക്കാണ്ടായിരുന്നു. അയാൾക്ക് എത്ര കൊടുത്തു? 1,37,500 കൊടുത്തു. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താ? വേണമെങ്കിൽ ഇത് ബാലൻസ് ചെയ്ത് വെക്കാം അല്ലേ? എന്താ? 1,37,500 മൈനസ് 31,000. ഇനി എത്ര കൊടുക്കാണ്ട്? 1,06,500. പക്ഷെ അതിലൊരു പ്രശ്നമുണ്ട്. ഇവിടെ പർച്ചേസ് കാണാൻ വേറൊരു ട്രിക്ക് ഉണ്ട്. ഓക്കെ അല്ലേ? എവിടുന്ന് കിട്ടും? എവിടുന്ന് കിട്ടുക അറിയോ? ട്രേഡിംഗ് അക്കൗണ്ടിൽ നിന്ന് കിട്ടും. എവിടുന്ന് കിട്ടും? ട്രേഡിംഗ്. സർ വൈ? സെയിൽസ് അറിയില്ലേ? സെയിൽസ് അറിയില്ലേ? എത്ര സെയിൽസ്? 1,80,000. നമ്മുടെ പ്രാക്ടീസ് എന്താ? സെയിൽസിൻ്റെ അല്ല, കോസ്റ്റിൻ്റെ എത്രയാണ്? 25% ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ സെയിൽസ് എങ്ങനെ കിട്ടിയതെന്ന് മനസ്സിലായി? കോസ്റ്റ് പ്ലസ് എത്രയാണ്? 25%. കോസ്റ്റ് നേരത്തെ പോലെ അസ്യൂം ചെയ്യുക എത്രയാ? 100 പ്ലസ് എത്ര? 25. അപ്പോൾ ഈ 1,80,000 എത്രയിന് തുല്യമാണ്? 125. ഇതിൽ പ്രോഫിറ്റ് കാണാൻ എളുപ്പമല്ലേ? കാൽക്കുലേറ്റർ എടുത്തോ. 1,80,000 ഡിവൈഡഡ് ബൈ 125 ഇൻറ്റു ഏതാണ്? 25. 36,000. കറക്റ്റ്. 36,000 എന്ത് കിട്ടും? ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ നമ്മൾ ഇനി എവിടുന്ന് തുടങ്ങണം? ട്രേഡിങ് ബാലൻസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഒരു നോട്ടായിട്ട് എഴുതിക്കോ. ബിഫോർ ബാലൻസിങ് എഴുതാം. ഇതൊരു ടിസ്റ്റ് സാധനമാണ്. ബിഫോർ ബാലൻസിങ് വർക്കിംഗ് നോട്ട് നമ്പർ 5 ആയിട്ട് എഴുതിയാൽ മതി. വർക്കിംഗ് നോട്ട് നമ്പർ 5 അല്ലേ? ബിഫോർ ബാലൻസിങ് ഏത് അക്കൗണ്ടാ? ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട്. ബിഫോർ ബാലൻസിങ് ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് we can find out purchase from എവിടുന്നാ? ട്രേഡിംഗ് അക്കൗണ്ട് ഇറ്റ്സെൽഫ്. ഫ്രം ട്രേഡിംഗ് അക്കൗണ്ട് ഇറ്റ്സെൽഫ്. ഞാൻ വേറെ ട്രിക്കും കൂടെ ഉണ്ട്, ഞാൻ ഒക്കെ കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. ട്രേഡിംഗ് അക്കൗണ്ട് ഇറ്റ്സെൽഫ്.
So first balance trading account and find out purchase and find out purchase. Hyphen എഴുതാം. Such purchase transferred to creditors account. Hyphen എഴുതാം. Such purchase transferred to creditors account. Then only balance creditors account. Such purchase transferred to creditors account. Then only balance into balance ചെയ്യാം creditors account to find out. Then only balance creditors account to find out. എന്തിനാ to find out? Credit purchase. Sorry. അല്ല. To find out closing credit balance. To find out closing credit balance. ഓക്കെ അല്ലേ? നോക്കല്ലേ? ഇത്രയും പരിപാടി ചെയ്യാം. എന്താ നോട്ട് പറഞ്ഞല്ലോ ഒന്നുകൂടെ വായിച്ചേ. ആദ്യം എന്ത് ബാലൻസ് ചെയ്യാം? ട്രേഡ് അക്കൗണ്ട് ബാലൻസ് ചെയ്യാം. കണ്ട ട്രേഡ് അക്കൗണ്ട് വരൂ കടന്നു വരൂ. ട്രേഡ് അക്കൗണ്ട് ബാലൻസ് ചെയ്യാൻ ട്രേഡ് അക്കൗണ്ട് ബാലൻസ് ചെയ്യാൻ എന്തായിട്ടാ വേണ്ടത്? പർച്ചേസ് വേണ്ടേ? പർച്ചേസ് അറിയില്ല. ഓക്കെ അല്ലേ? 2 ഏതാണ്? പർച്ചേസ് അറിയില്ല. അപ്പോൾ ഈ നോട്ട് എന്താ പറഞ്ഞ് പർച്ചേസ് എങ്ങനെ കിട്ടുക? ബാലൻസിങ് ഫിഗർ. പക്ഷെ നമുക്ക് എന്തറിയാം? ഗ്രോസ് പ്രോഫിറ്റ് അറിയില്ലേ? ഒക്കെ കാൽക്കുലേറ്റ് ചെയ്ത് 36,000 കണ്ടിട്ടാണ് ഞാൻ ചോദിക്കുമ്പോൾ പറയാത്തത്. അപ്പോൾ എന്തെഴുതാം? 2 ഗ്രോസ് പ്രോഫിറ്റ് എങ്ങനെ കിട്ടും? വർക്കിംഗ് നോട്ട് നമ്പർ 6 ടു ഗ്രോസ് പ്രോഫിറ്റ് എഴുതും. ടു ഗ്രോസ് പ്രോഫിറ്റ് ഇവിടെ ആദ്യം ട്രേഡ് അക്കൗണ്ടിൽ എഴുതി വെക്ക്. ടു പർച്ചേസ് എഴുതി വെക്കുക ബാലൻസിങ് ഫിഗർ. ടു പർച്ചേസ് ബാലൻസിങ് ഫിഗർ. ഓക്കെ അല്ലേ? വേണമെങ്കിൽ ഇവിടെ നോക്ക് പർച്ചേസിൻ്റെ ബ്രാക്കറ്റിൽ എന്ത് കിട്ടോ? വർക്കിംഗ് നോട്ട് നമ്പർ ഏതാണ്? ഈ 5 അല്ലേ? വർക്കിംഗ് നോട്ട് നമ്പർ 5 ഈ നോട്ട് എഴുതിയുള്ളേ. അപ്പോൾ എഴുതി വെച്ചു വർക്കിംഗ് നോട്ട് നമ്പർ 5. ഗ്രോസ് പ്രോഫിറ്റ് വർക്കിംഗ് നോട്ട് നമ്പർ ഏതാ? 6. കാണല്ലേ? കാണാം. ഓക്കെ എഴുതിക്കോളൂ അടിയിൽ വർക്കിംഗ് നോട്ട് നമ്പർ 6. കമ്പ്യൂട്ടേഷൻ ഓഫ് current year gross profit. Current year gross profit. അടിയിൽ എഴുതാം as we know അടിയിൽ കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു സെയിൽസ്. അതോടുത്ത പ്രോഫിറ്റ് പറഞ്ഞ ഏത് പ്രോഫിറ്റാ? ഗ്രോസ് പ്രോഫിറ്റാണ് എന്ന് പ്രത്യേകം പറയണ്ടല്ലോ സെയിൽസ് കിട്ടുമ്പോൾ. കോസ്റ്റ് എന്തായിട്ട് അസ്യൂം ചെയ്തോ? 100 ബ്രാക്കറ്റിൽ എഴുതാം. അസ്യൂം ഇടാം. ഇത്രയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എഴുതണമെന്ന് വെച്ചാൽ വേണ്ട. പക്ഷെ ഇപ്പോൾ എഴുതി വെച്ചോ, പിന്നെ നോക്കുമ്പോൾ കിട്ടണ്ടേ. ഗ്രോസ് പ്രോഫിറ്റിൻ്റെ പെർസെൻറ്റേജ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടല്ലേ 25Q എന്ന് എഴുതി വെക്കാം. ഈസ് ഈക്വൽ ടു ടോട്ടൽ ചെയ്ത് എത്ര ഒരു 125. ഇതിൽ നിങ്ങൾക്ക് ഇവിടെ അറിയുന്നത് എന്തായിരുന്നു? സാറേ 30,000 റുപ്യ പറയരുത്. അത് കഴിഞ്ഞ കൊല്ലത്തെ എന്താണ്? ഗ്രോസ് പ്രോഫിറ്റ് ആണ്. ഇക്കൊല്ലത്തെ എന്തറിയാം? ഹെഡിങ്ങിൽ തന്നെ എഴുതിയിട്ടുണ്ട്. എന്താണ്? കറണ്ട് ഇയർ ഗ്രോസ് പ്രോഫിറ്റ് കാണാനാ. ഇതിൻ്റെ കാൽക്കുലേഷൻ ഒന്ന് പറഞ്ഞേ. സ്റ്റാൻഡപ്പ്. ഇതിലെന്താ അറിയുന്നത്? ഇതിലെന്താ നമുക്ക് അറിയുന്നത്? കോസ്റ്റ് അറിയോ? പ്രോഫിറ്റ് അറിയോ? സെയിൽസ് അറിയോ? എന്താ അറിയാം? പറഞ്ഞു കൊടുക്കണ്ട. അവൻ പറഞ്ഞോളൂ. അറിയുമെങ്കിൽ എനിക്ക് അറിയോ? ശരിക്കും അറിയോ? സെയിൽസ് എത്ര? അത് ഈ പേഴ്സൻറ്റേജ് അല്ലേ ഞാൻ ചോദിക്കുന്നത്. ഇതിൽ എമൗണ്ട് ആയിട്ട് എന്തത് പേഴ്സൻറ്റേജാണ്? എമൗണ്ട് എന്താ അറിയാം? സെയിൽസോ പ്രോഫിറ്റോ കോസ്റ്റോ ഏതെങ്കിലും അറിയോ?
അപ്പുറത്തെ ആള് ഇതിലത്തെ എന്താ അറിയാ? കേട്ടില്ല. ഇതിൽ ഏതാ അറിയാ? സെയിൽസോ പ്രോഫിറ്റോ കോസ്റ്റോ അറിയോ? സെയിൽസ് അറിയോ ഇതിലത്തെ? 1,50,000 80,000. ഓക്കെ, ഇരി 1,00,000 എത്ര? 80,000. ഇരിയടാ. 1,80,000 ഇവിടുന്ന് കിട്ടിയറിയോ? നമ്മൾ ഓൾറെഡി കണ്ടെത്തിയിട്ടുണ്ട്. ഇതാ സെയിൽസ് 1,80,000. ഓക്കെ അല്ലേ? ഇത് വെച്ചിട്ട് നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് കണ്ടെത്തിക്കൂടെ? എങ്ങനെ കണ്ടെത്താം? Therefore, the gross profit is equal to 1,80,000 എന്ന് പറഞ്ഞാൽ ഏതിന് ഈക്വലാ? 125 അല്ലേ? ഇൻറ്റു 25 അടിച്ചാൽ എത്ര കിട്ടും? എത്ര പറഞ്ഞു നിങ്ങൾ? 36,000. നീ ഗ്രോസ് പ്രോഫിറ്റ് നേരെ എവിടെ എഴുതാം? ട്രേഡിങ്ങിൽ എഴുതിക്കൂടെ? 36,000 നേരെ ട്രേഡിങ്ങിൽ എഴുതാം. ഓക്കെ, സാധാരണ ഒരു അക്കൗണ്ട് ട്രേഡിങ് ബാലൻസ് ചെയ്തിട്ട് എന്താ കിട്ടുക? ഗ്രോസ് പ്രോഫിറ്റ്. പക്ഷെ ഇവിടെ എന്തറിയാം? ഗ്രോസ് പ്രോഫിറ്റ് അറിയാം. അപ്പോൾ ബാലൻസ് ഫിഗർ എന്തായിട്ട് എടുത്താൽ മതി? പർച്ചേസ് ആയിട്ട് എടുത്താൽ മതി അല്ലേ? അപ്പം ഇനി ടോട്ടൽ ചെയ്താൽ 1,80,000 പ്ലസ് 30,000 2,10,000. 2,10,000 നിന്നും മൈനസ് 20,000 മൈനസ് 36,000. അപ്പോൾ 1,54,000 എന്ത് കിട്ടും? പർച്ചേസ് കിട്ടും. കിട്ടിയാ? ഇനി ഇതിൻ്റെ എൻട്രി എന്താ? ഇത് ഫുൾ ക്രെഡിറ്റ് പർച്ചേസ് അല്ലേ? അങ്ങനെ അസ്യൂം ചെയ്തൂടെ? ക്യാഷ് പർച്ചേസിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? ഓക്കെ, there were no cash purchase. ക്യാഷ് പർച്ചേസ് ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ ഒന്നും പറഞ്ഞില്ലെങ്കിലും എന്താ അതെന്തായിട്ട് ട്രീറ്റ് ചെയ്താൽ മതി? ക്രെഡിറ്റ് പർച്ചേസ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം. ഇതിൻ്റെ എൻട്രി എന്താ വരാ? കൂടല്ലൂരുള്ള ആരൊക്കെയാണ്? നീ ഉണ്ടാ? പിന്നെ ആരാ? നീ പുതിയ ആളാ? നീ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ വന്നിരുന്നോ? എന്തുണ്ടായി? എന്താ അറിയിച്ചിരുന്ന മാഷെ? സത്യ ഒന്ന് ഹായ് ഇടണം കേട്ടോ, മെസ്സേജ് ഏതാ നോക്കട്ടെ. ഇതിൻ്റെ എൻട്രി എന്താ? പർച്ചേസ് അക്കൗണ്ട് അപ്റ്റഡ് ടു പറയടാ. ക്രെഡിറ്റ് പർച്ചേസ് ചെയ്താലുള്ള ജേണൽ എൻട്രി. പർച്ചേസ് അക്കൗണ്ട് അപ്റ്റഡ് ടു ക്രെഡിറ്റർ. അങ്ങനെയാണെങ്കിൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഇത് കൊണ്ടുപോയി പോസ്റ്റ് ചെയ്യണ്ടേ? വേഗം പോസ്റ്റ് ചെയ്തോളൂ. ബൈ പർച്ചേസ് 1,54,000. ഓക്കെ അല്ലേ? ഇതൊക്കെ എങ്ങനെ സാറേ വരിക? പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ അല്ലേ? അപ്പോൾ വരും. ആ ഒരു റേഞ്ച് എത്തുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? എന്തെങ്കിലുമൊക്കെ ആവും. 1,54,000. അപ്പോൾ 1,00,000 എത്ര വരും? 85,000 മൈനസ് 1,37,500 ഈസ് ഈക്വൽ ടു 47,500 വരും. ആണോ? ഇതാണ് ടു ബാലൻസ് ക്യാരിഡ് ഔട്ട്. സ്പീഡാക്കടേ. കിട്ടിയ ബാലൻസ് ഇതാ 47,500 നേരെ ബാലൻസ് ഷീറ്റിൽ ക്രെഡിറ്റ് സൈഡിലല്ലേ? ക്രെഡിറ്റ് സൈഡ് അല്ല, ലയബിലിറ്റി സൈഡ്. ഇനിയും തെറ്റിച്ച്. 47,500. ഞാൻ ഈ അറ്റൻഡൻസ് ഒക്കെ എടുക്കണ വേറെ ഒന്നല്ലേ? നിങ്ങൾ പറയുന്നത് അത് കിട്ടിയില്ല, ഇത് കിട്ടിയില്ല, അത് മനസ്സിലായില്ല എന്നൊക്കെ നിങ്ങൾ തോന്നുന്ന സമയത്ത് വരും ചെയ്യുന്നുണ്ട്. പണ്ട് ഒരു FM-ൻ്റെ ക്ലാസ്സിന് വന്നായി ക്ലാസ് ഒന്നും കിട്ടിയില്ല, ക്ലാസ് ഒന്നും മനസ്സിലാവില്ല, ബേസും അറിയില്ല. എന്നാൽ അതിനനുസരിച്ചുള്ള ഇവിടെ വരാത്ത കുട്ടികളൊക്കെ ഉണ്ട്. എടാ ജന്നത്ത് നിർത്തിയാ? ഇല്ല. എവിടെ? ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുക. 47,500. ഓക്കെ, യെസ്. ക്രെഡിറ്റേഴ്സ് കഴിഞ്ഞില്ലേ?
ഇനി പോയിന്റുകളൊന്നും പറയാമല്ലോ, എല്ലാം കഴിഞ്ഞു. P&L ബാലൻസ് ചെയ്തോ. ബാക്കി ഗ്രോസ് പ്രോഫിറ്റ് എഴുതണം അല്ലേ. ബൈ വാൻ ചെയ്തോ. ഗ്രോസ് പ്രോഫിറ്റ് ബ്രോഡോ 36,000 ടോട്ടൽ വരും. -6,025 -1625 -250 -1,800 -20,000. അപ്പോൾ എത്ര വരും? ടു നെറ്റ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു 12,325. നേരെ ക്യാപിറ്റൽ കൂടെ ആഡ് ചെയ്യാം. +48,000 -7,500 ഈസ് ഈക്വൽ ടു 52,825. ആഡ് ചെയ്യാം ഓരോ ഐറ്റം. +15,000 +5,000. അല്ല, ആഡ് ചെയ്യാൻ ഇനി ക്യാഷ് ബുക്ക് ഉണ്ടാ മക്കളെ. ബാലൻസ് ഷീറ്റ് വരട്ടെ. ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് തീരുമാനമായി, ക്രെഡിറ്റേഴ്സ് തീരുമാനമായി, ക്യാഷ് ബുക്ക് ബാലൻസ് ചെയ്തിട്ടില്ല. ഓക്കെ, ബാലൻസ് ചെയ്യണം. ക്യാഷ് ആദ്യം. റിസീപ്റ്റ് സൈഡ് 2,000 +36,000 +35,000 +12,000. ടോട്ടൽ വരും 85,000. -9,000 -7,500 എത്ര വരും? $4,500 വരും. ആണോ? ഇതാര് കട്ടുണ്ടായതാ? ബൈ. ഇത് എന്ത് പറഞ്ഞ് എഴുതണം? ബാലൻസ് ക്യാരിഡ് ഒന്നും പറയാൻ പറ്റില്ല. എന്താ? റിസീവബിൾ ഫ്രം ആരിൽ പറയടാ? ക്യാഷിയർ. ഇതൊരു അസറ്റാണ്. എന്താണ് അസറ്റ്? സാധാരണ ക്യാഷ് ഇൻ ഹാൻഡ് അയാളുടെ കയ്യിലായതുകൊണ്ട് അയാൾ തരാണ്ടെന്ന് പറഞ്ഞ് കാണിക്കാം. 4,500. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് ബാലൻസ് ഷീറ്റിൽ എവിടെ കാണിക്കണം? അസറ്റ് സൈഡിൽ കാണിക്കാം. ഇനി അതേപോലെ തന്നെ ഏത് ചെയ്യാം? ബാങ്ക് ബാലൻസ് ചെയ്തോ. 8,500 +10,500 +71,500. $1,85,000 -6,000 -1,37,500 -7,500 -12,000 ഈസ് ഈക്വൽ ടു 22,000 ആണോ? അതെന്തെന്നെ പറഞ്ഞ് കാണിക്കാം? ടു ബാലൻസ് ക്യാരിഡോ എന്ന് പറഞ്ഞ് കാണിക്കാം. ടു ബാലൻസ് ക്യാരിഡോ 22,000. യെസ്. ബൈ ബാലൻസ് ക്യാരിഡോ. എന്താ മക്കളെ, ബേസിക്സ് ആണടാ. ആ ബാലൻസിങ് ആണ്. നിങ്ങൾ മോൻ കണ്ട എന്തോ ഇന്റർനാഷണൽ സാധനം ചെയ്യുന്നത്. 22,000 4,500 കാണിക്കണം ബാലൻസ് ഷീറ്റിൽ. ക്യാഷ് അറ്റ് ബാങ്ക് എന്ന് പറഞ്ഞിട്ട് എത്ര കാണിക്കണം? 22,000. റിസീവബിൾ ഫ്രം ക്യാഷിയർ എത്ര കാണിക്കണം? 4,500. ടാലി ആവുന്നുണ്ടോ? 1,00,000 ഇത് എത്ര വരും? 52,855 അല്ലേ? 48,000 കൂടെ 12,30 സോറി -7,500. ഇത് 52,855
825 അല്ലേ? ഒന്ന് 20 325 കിട്ടണ്ട? മറ്റോടത്തും കിട്ടണ്ട? -4500 -22,000 -30,000 -7,200 -4750 is equal to 30875. കിട്ടണ്ടല്ലേ? 120325.